സഹൃദയരെ, നിങ്ങൾക്കേവർക്കും സാന്തോം തിയേറ്റേഴ്സിൻ്റെ സ്നേഹവന്ദനം. മലയുടെ അടിവാരത്തിൽ താമസിക്കുന്ന ഒരു പുരാതന കുടുംബത്തിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഈ നാടകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു വീണുടഞ്ഞ മൊഴികൾ. രചന ഫ്രാൻസിസ് ഈസി. സംവിധാനം ജോയ് തട്ടിൽ. എന്താ ഗ്രേസി, കണ്ടിട്ട് കാണാത്തതുപോലെ പോകുന്നേ? അതോ, അതാ എല്ലാവർക്കും നല്ലത്. എത്ര കാലം നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ കഴിയണം? അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദിവ്യബലിയിൽ നമ്മൾ അർപ്പിക്കുന്ന കാഴ്ചകൾ ഒരിക്കലും ദൈവം സ്വീകരിക്കില്ല. ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുന്നതിന് മുൻപ് സഹോദരനുമായി രമ്യപ്പെടുക എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ അനുയായികളാണ് നമ്മൾ. ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കിട്ടിയവന്മാർക്ക് മനസ്സിലാവോ? എങ്ങനെ കഴിഞ്ഞവരായിരുന്നു നമ്മൾ? ഒരമ്മ പറ്റില്ലെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പോട്ടെ. എന്തായി ജോയ്സിമോളുടെ കല്യാണക്കാര്യം? വല്ലതും ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. എങ്ങനെയുള്ളവരെയാ നോക്കുന്നത്? വിദേശത്ത് ജോലിയുള്ളവരെയാണോ? ഹേയ്, ഞങ്ങൾക്കങ്ങനെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല. നമ്മുടെ ജോസ്മോനെ പോലെയുള്ളൊരു പയ്യൻ, അത്രയേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എന്തായി ജോസ്മോന്റെ കാര്യം? ഒന്നും ശരിയായിട്ടില്ലെന്ന്. അവനാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. 2 വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹം എന്നാ അവൻ പറയുന്നത്. ജോയ്സിമോളുടെ പോലെയുള്ള ഒരു കുട്ടിയാ എൻ്റെ മനസ്സിൽ. അവളും പറയുന്നത് 2 വർഷം കഴിഞ്ഞിട്ട് മതിയെന്ന. പക്ഷേ അവളുടെ അപ്പച്ചൻ സമ്മതിക്കുന്നില്ല. അങ്ങേര് ഓടി നടക്കുക ചെക്കന് വേണ്ടി. ഞാൻ എത്ര നേരമായി പുറത്ത് കാത്തു നിൽക്കുന്നു. കുർബാന കഴിഞ്ഞാൽ നിനക്ക് നേരെ അങ്ങോട്ട് വന്നാൽ എന്താ? ഞാൻ നമ്മുടെ ആനിയെ കണ്ടു. നമ്മുടെ ആനി ഇവരും കൂടി അറിഞ്ഞിട്ടാണ് എല്ലാം. ആഹാ, ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, പള്ളിമറ്റമാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ. നീ എന്ത് ചെയ്യും? പിന്നെ ജോർജ് കുട്ടീനെ പേടിപ്പിച്ച് നിർത്തുന്നത് പോലെ എന്നെ പേടിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ദേ മനുഷ്യ, നിങ്ങളിങ്ങ് പോന്നേ. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടാ ആ പെണ്ണുപിള്ളയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ? ഞാൻ എന്ത് കേട്ടു നീ പറയുന്നേ? ഞാനല്ലേ അവരോട് ദേഷ്യപ്പെട്ടത്? ഇപ്പൊ കെട്ടിയോനും കെട്ടിയോളും ഒന്നായി. ഇവരൊക്കെ എന്തിനാണാവോ പള്ളിയിൽ വരുന്നത്? ഇങ്ങനെയുള്ളവരെ പള്ളിയിൽ കയറ്റരുതെന്ന് അച്ഛനോട് പറയണം. ഡി, ഞങ്ങൾ കെട്ടിയോനും കെട്ടിയോളും ഒന്നാവേണ്ട സമയത്ത് ഒന്നാവും, തല്ലുകൂടേണ്ട സമയത്ത് തല്ലും കൂടും. അത് പറയാൻ നീ ആരടി? ഞങ്ങള് പള്ളി വരുന്നതേ നിന്നെ പോലെ അമ്മായിമ്മയുടെ നാത്തൂന് കുറ്റം പറയാനൊന്നല്ല. നീ നിന്റെ അമ്മായിമ്മയെ കുറിച്ച് പറയുന്നതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാണോ? എന്താടി ഞാൻ പറഞ്ഞു നടക്കുന്നത്? ഗ്രേസി, നീ വന്നേ. ഇവളോടൊക്കെ സംസാരിച്ചാൽ നമ്മുടെ ഉള്ള വില പോവും. ഡോ, അവള് വിളുന്നൊക്കെ തന്റെ കെട്ടിയോളെ വിളിച്ചാ മതി. ഗ്രേസി, നീ വരുന്നുണ്ടോ? നീ എന്താ പറഞ്ഞേ? അച്ഛനോട് പറയണം ഞങ്ങളെ പള്ളി കയറ്റരുതെന്ന്. ചെന്ന് പറയടി. എനിക്കും പറയാനുണ്ട് അച്ഛനോട് ചില കാര്യങ്ങള്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാ, തറയാണെങ്കിൽ ഞാനും തറയാ. ഞാനും അങ്ങനെ തന്നെയാടി. അവള് പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എൻ്റെ അമ്മായിമ്മയുടെ കുറ്റം പറഞ്ഞു നടക്കാന്ന്. അത് ചിലപ്പോ നീ ഓർമ്മയില്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. അത് ശരി, നിങ്ങളിപ്പോ അവളുടെ ഒപ്പ വീട്ടിലേക്ക് വാ, ശരിയാക്കി തരാം. അല്ലെങ്കിലേ നിങ്ങൾ നടന്നോ. എനിക്ക് അവളുടെ വായടപ്പിക്കാൻ പറ്റിയില്ല. അവളോട് 2 വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വന്നോളാം. ആ, നീ പോയില്ലേ? നിന്നോടേ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പോവാന്ന് അങ്ങോട്ട് കരുതി. ജോർജ് നിന്നെ കെട്ടിക്കൊണ്ടു വന്നപ്പോൾ എൻ്റെ ഇളമ നിന്നെ കുറിച്ച് പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അതെന്താടി നിന്റെ ഇളയമ്മ എന്നെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറയില്ല. അത് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? ആനി, നീ സാരിന്ന് വിട്. വിടില്ല. ഇളയമ്മ പറഞ്ഞത് എന്താണെന്ന് പറ. ദേ, സാരിയുടെ കുത്തഴിയൂട്ടാ. അഴിഞ്ഞോട്ടെ. പഴയ പാവാടയാണല്ലോ അടി കിടക്കണത്. ആരെങ്കിലും കണ്ടാൽ നാണക്കേടാവൂലോ ദൈവമേ. ആനി, നീ സാരിന്ന് വിട്. ഇല്ല. നീ വിടണ്ട. ആ, ഗ്രേസി മുടിന്ന് വിട്. ഇല്ല. അയ്യോ, അത് പറഞ്ഞു പോരുട്ടാ. ഡേ, അത് വെപ്പുമുടിയാ. അത് ശരി, ഈ വെപ്പുമുടി വെച്ചാണ് നീ ഭൂലോക സുന്ദരിയാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞങ്ങ് നടന്നിരുന്നത്. ഛേ, ഇത് നിനക്ക് വല്ലപ്പോഴും ഒന്ന് കഴുകിക്കൂടെ? എന്താ ആന്റി ഇവിടെ ഒരു ബഹളം? ഞാനൊന്നും പറഞ്ഞില്ലേ മോളെ. നിന്റെ അപ്പച്ചനെ തുടങ്ങി വെച്ചത്. അങ്ങാർക്ക് എന്നെ കണ്ടാൽ ഒരു വിറയല. ഞാൻ എന്താ വല്ല കൊലപാതകവും ചെയ്തിട്ടുണ്ടോ? ഛേ, പള്ളിമുറ്റത്തേക്കും കൊണ്ടുവരണോ നമ്മുടെ ഈ വഴക്ക്? മോളെ, ആന്റി പള്ളിയിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയോ? ഒറ്റ കാര്യം പ്രാർത്ഥിക്കാനാണ്. എല്ലാം കലങ്ങി തെളിയുന്നത് വരെ എൻ്റെ മോളുടെ കല്യാണം ശരിയാവരുതെന്ന്. ആന്റി,
ജോസ്മോന്റെ പെണ്ണായി നിന്നെ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. എല്ലാം കൈവിട്ടു പോയ ആന്റി. ജോസ്മോന്റെ കല്യാണത്തിന് മുൻപ് എന്റെ കല്യാണം നടക്കണമെന്ന ഒറ്റ വാശിയിലാണ് അപ്പച്ചൻ. ഇന്നും നാളെയും ഒന്നും ജോസ്മോന്റെ കല്യാണം നടക്കുന്നു തോന്നുന്നില്ല. അവൻ പുറത്തേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. എങ്ങോട്ട്? UK-ന്നും കാനഡയിൽ ഒക്കെ പറയുന്നുണ്ട്. അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. കല്യാണം കഴിയാതെ എന്നെ എവിടേക്കും വിടില്ലാന്നാ അപ്പച്ചൻ പറയുന്നത്. അപ്പച്ചനെ പിണക്കണ്ട മോളെ. ഒരു കുടുംബമെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിൽ പിരിയാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കില്ലായിരുന്നു. ആന്റി പോട്ടെ, മോള് വരുന്നുണ്ടോ? ഇല്ല, ആന്റി നടന്നോ. ഇനി അതാരെങ്കിലും കണ്ടിട്ട് വേണം അപ്പച്ചന്റെ ചെവിയിലെത്തിക്കാൻ. ജോസ്മോനെ, ഞാൻ കണ്ടില്ല. ഉരുളണ്ട. കാണാഞ്ഞിട്ടല്ല, നിന്നാൽ മിണ്ടാൻ തോന്നും. മിണ്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് അത് തന്നെയാവും മനസ്സിൽ. എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്കുക. എല്ലാം നമുക്കതിന് സാധിക്കുന്നു തോന്നുന്നുണ്ടോ? സാധിക്കണം. ഞാൻ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുക. ആന്റി പറഞ്ഞു. എന്ത് ശരിയാവുമെന്നറിയില്ല. നിന്നെ കാണാതിരുന്നാൽ, നിന്നോട് മിണ്ടാതിരുന്നാൽ പതുക്കെ പതുക്കെ എനിക്ക് നിന്നെ മറക്കാൻ സാധിക്കും. എനിക്കതിന് സാധിക്കുന്നു തോന്നുന്നില്ല. നമുക്കൊന്നും കൂടി. നീ എന്തായി പറയുന്നത്? എൻ്റെ ഡാഡിയും നിന്റെ അപ്പച്ചനെ സമ്മതിക്കില്ല. അവർ രണ്ടുപേരും ജയിക്കട്ടെ. തൽക്കാലം നമുക്ക് പരാജയപ്പെടാം. അവര് തന്നെയല്ലേ ഇങ്ങനെയൊരു ബന്ധം നമ്മളിൽ വളർത്തിയത്. എൻ്റെ ബാല്യകൗമാര സ്വപ്നങ്ങളിലൊന്നും എനിക്ക് നിന്നോട് പ്രണയമുണ്ടായിരുന്നില്ല. അടുത്ത വീട്ടിലെ ജോർജങ്ങളുടെ മോൻ, കുഞ്ഞുനാൾ മുതൽ കൂടെ കളിച്ചവൻ. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായി ഇങ്ങനൊരു സംസാരം ഉണ്ടാവുന്നത്. ജോസ്മോൻ, ജോയ്സ് മോൾക്ക്, ജോയ്സ് മോൾ, ജോസ്മോനെ. അപ്പോഴാണ് ഞാൻ നിന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. നിന്റെ കണ്ണിൽ നക്ഷത്രം തിളങ്ങുന്നതും പുഞ്ചിരിയിൽ മുല്ലപ്പൂ വിടരുന്നതും അപ്പോഴാണ് ഞാൻ കണ്ടത്. ദിവസത്തിൽ 100 തവണയെങ്കിലും നിന്റെ മഹത്വം അപ്പച്ചനും അമ്മച്ചിയും വാഴ്ത്തും. ഏതു നേരവും നിന്നെ കണ്ടു പഠിക്കുന്ന ഉപദേശവും ജോസ്മോനെ മരുമകനായി കിട്ടിയാൽ സ്വർഗം കിട്ടിയതുപോലെയായിരുന്നു അമ്മച്ചിക്ക്. പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം പൊട്ടി വിളയ്ക്കാൻ തുടങ്ങി. വഴിയിലൂടെ നീ നടന്നു പോകുമ്പോൾ മുകളിൽ നിന്ന് ചിതൽപ്പാളിയിലൂടെ ഞാൻ നിന്നെ നോക്കി നിൽക്കും. അതായിരുന്നു അന്നൊക്കെ എൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച. ഇപ്പോൾ എല്ലാവരും നമ്മെ കൈവിട്ടു. അതെ, നമ്മെ നടുകടലിൽ കൊണ്ടു നിർത്തി അവരൊക്കെ രക്ഷപ്പെട്ടു. സാരമില്ല, നമുക്ക് നമ്മുടെ കൗമാരത്തിലേക്ക് തിരിച്ചു പോകാം. അവിടെ നമ്മൾ കൂട്ടുകാർ, വെറും കൂട്ടുകാർ, പ്രണയത്തിൻ്റെ ചാബല്യങ്ങളില്ലാത്ത കൂട്ടുകാർ. പരസ്പരം കാണാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം. 3-4 വർഷം കഴിഞ്ഞ് വിദേശത്ത് ഞാൻ നാട്ടിലെത്തുമ്പോഴേക്കും നീ ഒരു കുടുംബിനിയായിട്ടുണ്ടാവും. മനസ്സിൽ പ്രണയത്തിൻ്റെ ഭാരമില്ലാതെ നിന്റെ അടുത്തേക്ക് ഞാൻ വരുമ്പോൾ എന്നെ അറിയില്ലെന്ന് മാത്രം നീ പറയരുത്. ഹലോ ജമിനി, എൻ്റെ ആൺമക്കളിൽ ആരാണ് സൂത്രശാലിയെന്ന് എങ്ങനെ തിരിച്ചറിയാം? Babi sagte, beide Jokice, Baba Fapala, Bata Tade Buki Wishes. എങ്ങോട്ടാ? കുളിച്ച് പാൻറ്റും കോട്ടൊക്കെ ഇട്ട്. നമ്മുടെ എസ്റ്റേറ്റിലേക്കാപ്പാ. എസ്റ്റേറ്റോ? ഞാൻ റബ്ബറും തോട്ടത്തിലേക്കൊന്ന് പോവാ. നോക്കി നോക്കി ഇപ്പൊ ഒന്നും ഇല്ലാണ്ടായി. അപ്പാ, ഇപ്പോൾ ഒരു കൃഷിയിൽ ലാഭമില്ല. നമുക്കിത് വിറ്റിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അതിന് എന്ത് ബിസിനസ് എന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടൻ ഒരു കട ഇട്ടിരിക്കുന്നുണ്ടല്ലോ, അവനും പറയുന്നത് ലാഭമില്ല എന്നാണ്. എല്ലാ കാര്യത്തിനും പണിക്കാരെ വെച്ചാൽ ഒന്നിനും ലാഭം ഉണ്ടാവില്ല. ഞാൻ അധ്വാനിക്കുന്നുണ്ടപ്പാ. ഇത് നിന്റെ ഈ വേഷം കണ്ട തിരിച്ചറിയാം. കഴിഞ്ഞ മാസം വീട്ടു ചെലവിലേക്ക് നീ ഒന്നും കൊടുത്തില്ലെന്ന് അമ്മ പറഞ്ഞു. അതിന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? നിങ്ങളുടെ ആരുടെ കയ്യിലും ഒന്നും ഉണ്ടാവില്ല. അത് പോട്ടെ, നീ എന്തിനാ എപ്പോൾ നോക്കിയാലും ആ പെൺകുട്ടിയോട് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവളൊന്നും പഠിക്കുന്നില്ലപ്പാ. ഏതു നേരവും മൊബൈലിലാണ്. നിന്റെ പഠിപ്പിൻ്റെ കാര്യത്തിൽ നിനക്കത്ര താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അത്യാവശ്യം നന്നായി പഠിച്ചിരുന്നു. നന്നായി പഠിച്ചിരുന്നു. 10ാം ക്ലാസ്സിൽ നിനക്ക് എത്രയായിരുന്നു മാർക്ക്? 412. എത്ര? 212. ഇത് ഞാൻ റോസിനോട് പറയണോ? വേണ്ട. എന്നാൽ അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആ കുട്ടിയെ വെറുതെ ചൊറിയാതിരിക്കും. നേരം വൈകി, ഞാൻ പോട്ടെ. എന്താ അത്ര വൈകിയത്? അത് ആ ആനിയുമായി ഗ്രേസി 1-2 പറഞ്ഞു നിന്നു. അതിനിടയിൽ ആനി എൻ്റെ അടുത്തും തട്ടിക്കയറി. ഇത്ര കാലായിട്ടും നിങ്ങൾക്ക് മതിയായില്ലേ? അപ്പാ, വേറെ ആരാണെങ്കിലും ഞാൻ മറക്കും, പൊറുക്കും. പക്ഷെ ജോർജ്, അവനോട് ക്ഷമിക്കാൻ എനിക്ക് സാധിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് അവനെ. പണിക്കാർക്ക് പറ്റിയ പശയാണെന്ന് ജോർജ് വന്ന് പറഞ്ഞിരുന്നു.
മതിൽ പൊളിച്ച് വീണ്ടും കെട്ടാന്ന് പറഞ്ഞപ്പോ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. ഇത്തിരി മണ്ണ് പോയതല്ല എൻ്റെ പ്രശ്നം. ചോദിക്കാൻ ചെന്ന എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ പിടിച്ച് തള്ളി. അത് നീ പെണ്ണും പിള്ളയുടെ വാക്കും കേട്ട് ഭ്രാന്ത് പിടിച്ച് അവന്റെ മെക്കെട്ട് ഇറങ്ങി ചെന്നപ്പോഴല്ലേ? എന്ത് പറഞ്ഞാലും അപ്പൻ അവനേ ആയിരിക്കുള്ളൂ. അപ്പനറിയോ, അവൻ കാരണമാണ് ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റത്. അവൻ കാരണമാണ് നീ തോറ്റത്, അല്ലാണ്ട് നീ മര്യാദയ്ക്ക് പഠിക്കാണ്ടല്ല. ആ അത് വിട്. പിന്നെ ജോയ്സിമോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അപ്പൻ തടസ്സമൊന്നും നിൽക്കരുത് കേട്ടാ. എനിക്ക് സമ്മതമല്ല. ആ കുട്ടികളുടെ വിഷമം കാണാൻ എനിക്ക് സാധിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോൾ അവളുടെ എല്ലാ വിഷമവും മാറും. പണ്ട് മുതലേ ജോർജിന്റെ കുടുംബവും നമ്മുടെ കുടുംബവും ഒരു കുടുംബം പോലെ കഴിഞ്ഞതാണ്. ആ അടുപ്പത്തിനൊരു ബന്ധുബലം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജോസ്മോനെ കൊണ്ട് ജോയ്സിമോളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിക്കാമെന്ന് വിചാരിച്ചത്. നമ്മളായിട്ട് തന്നെ തുടങ്ങി, നമ്മളായിട്ട് തന്നെ എല്ലാം അവസാനിപ്പിക്കാം. ഇതെന്റെ മാത്രം തീരുമാനമല്ല, ജോർജിന്റെയും കൂടി തീരുമാനമാണ്. അതെ, നിങ്ങൾ അടുക്കാൻ പറയുമ്പോൾ അടുക്കാനും അകലാൻ പറയുമ്പോൾ അകലാനും അവരെ ഹൃദയം കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണോ? അപ്പൊ ഒന്നും പറയണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ജോയ്സിമോളെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം. മോളെ, ഞാൻ പള്ളിയിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ആൻറ്റേട്ടനെ കണ്ടു. അപ്പച്ചൻ കാര്യം പറ. ആൻറ്റേട്ടൻ്റെ ഒരു ബന്ധുവിൻ്റെ മകന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പള്ളിയിൽ വെച്ച് അവൻ നിന്നെ കണ്ടിട്ടുണ്ട്. അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ 2 വർഷത്തേക്ക് എനിക്ക് വിവാഹം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ആരെ വേണമെങ്കിലും കൊണ്ടുവന്നോ, ആൻചേട്ടനോ ആൻചേട്ടൻ്റെ ബന്ധുവിനോ ബന്ധുവിൻ്റെ മകനോ ആർക്ക് വേണമെങ്കിലും ഞാൻ തല നീട്ടി കൊടുക്കാം. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. ഒന്ന് പതുക്കെ. അവളുടെ വിവാഹം എപ്പ വേണമെന്ന് അവളല്ലേ തീരുമാനിക്കുക? അപ്പൊന്നും മിണ്ടാതിരുന്നേ. ഇത് എന്റെ മോളുടെ കാര്യമാണ്, അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്ക് എങ്ങനെയെങ്കിലും ജോർജ് കുട്ടിയെ തോൽപ്പിക്കണം. അതിന് എന്റെ കുട്ടിയെ കരുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആൻറ്റേട്ടന് വാക്ക് കൊടുത്തു. എല്ലാ കാര്യവും അറിഞ്ഞ് ഒരുത്തൻ കെട്ടാൻ വരുമ്പോ എന്ത് കാര്യം? നിന്റെയും ജോസിന്റെയും പ്രേമം അതറിയാത്തൊരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ ഇടവകയിലുണ്ടോ? എത്ര ആലോചന വന്നു, എല്ലാം ഈ ഇടവക്കാർ മുടക്കിയില്ലേ? അസൂയ പിശാചികൾ. അത് നമ്മളോടുള്ള അസൂയ കൊണ്ടല്ല, ജോസ്മോനോടും ജോയ്സ്മോനോടുമുള്ള ഇഷ്ടം കൊണ്ടാണ്. അവർ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്തായാലും ആൻറ്റേട്ടനും കുട്ടിനും വരും. അവരെ അപമാനിച്ച് വിട്ടാൽ മോളെ, അവര് വന്ന് കണ്ടുപോട്ടെ. പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ ശാന്തമായ മനസ്സോട് ചെന്ന് നിൽക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അപ്പാപ്പൻ കരുതുന്നുണ്ടോ? എനിക്കറിയാം നിനക്ക് സാധിക്കില്ല. എന്തായാലും അവനെ എൻ്റെവനോട് വരാൻ പറഞ്ഞതല്ലേ, വന്ന് കണ്ട ഉടനെ അങ്ങ് കല്യാണം നടക്കൂ. അപ്പാപ്പന് അറിയാണ്ടാണ് അപ്പച്ചൻ്റെ സ്വഭാവം. വന്നു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ അപ്പച്ചൻ ഈ വിവാഹം ഉറപ്പിക്കും. പിന്നെ പറയാൻ പോകുന്ന ഡയലോഗ് ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് വാക്ക് കൊടുത്തു. വാക്ക് പാലിക്കാൻ സാധിക്കാത്ത തോമസ് ശവമാണ്. വെറും ഒരു ശവമായി തോമസ് ജീവിക്കില്ല. എനിക്കറിയാവനെ, ജനിച്ച നാൾ മുതൽ കാണുന്നതല്ലേ. ഒരു കാര്യം അവൻ മനസ്സ് വിചാരിച്ചാൽ അത് നടപ്പാക്കാൻ എന്ത് തറവേലയും അവൻ കാണിക്കും. ഏതറ്റം വരെയും അവൻ പോകും. അതാണെൻ്റെ പേടി. 2 വർഷമാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴേക്കും ജോസ്മോനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയാൻ ഒരു പക്ഷേ ഇപ്പം എനിക്കതിന് സാധിക്കില്ല പാപ്പ. എത്ര ശ്രമിച്ചിട്ടും അവൻ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ല. പിടിവിടാതെ അള്ളി പിടിച്ചിരിക്കുകയാണ്. അപ്പാപ്പനറിയോ എത്ര നാളായി ഞാൻ മര്യാദയ്ക്ക് ഒരു കുർബാന കണ്ടിട്ടെന്ന്? മനസ്സിലെപ്പോഴും അവൻ്റെ മുഖമാണ്. പള്ളിയിൽ ഏറ്റവും പിറകിൽ നിന്നാൽ കണ്ണുകൾ അറിയാതെ ജോസ്മോനിലേക്ക് നീളും. മുന്നിൽ നിന്നാൽ അവൻ്റെ കണ്ണുകൾ എന്നെ പുറം തുളച്ച് ഹൃദയത്തിൽ പതിയുന്നത് പോലെ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ജോർജെങ്കിലും ഒന്ന് അഴിഞ്ഞിരുന്നെങ്കിൽ. വേണ്ട പാപ്പ, ആരായന് തരണ്ട, ആരും തോൽക്കണ്ട. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ തോൽക്കാം, ഞാനും ജോസ്മോനും. തോമസേ, നിന്റെ നിപ്പും പാടും കണ്ട നിന്നെയാണ് പെണ്ണ് കാണാൻ വരുന്നതെന്ന് തോന്നൂലോ? അതെ, എനിക്കിത്തിരി വെപ്രാളം കാണും. ജോയ്സിമോളുടെ കല്യാണം നടക്കേണ്ടത് ഇപ്പൊ എല്ലാവരെയും കാൾ എന്റെ ആവശ്യമായി മാറിയില്ലേ? നീ ഒന്ന് സമാധാനപ്പെടറാ. കർത്താവ് തമ്പുരാൻ നിശ്ചയിക്കുന്ന സമയത്ത് അവളുടെ കല്യാണം നടക്കും. അമ്മയ്ക്കത് പറയാം.
ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. സമയം ഒരുപാടായല്ലോ, അവരാരെയും കാണുന്നില്ലല്ലോ. 10 മണിക്ക് വരാന്നാ പറഞ്ഞത്. വഴിയിൽ വല്ല ബ്ലോക്ക് കിട്ടി കാണും. ചായക്കൊന്നും പറഞ്ഞ് ഊണും കഴിച്ച് പോകാനുള്ള പ്ലാനാണോ? നീ എന്നെ ഇവിടെ ഒന്ന് ഞെക്കേ. എന്തിനപ്പാ? എനിക്കൊന്ന് ചിരിക്കാനാ. അവര് വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഈ വടി നിന്റെ പുറത്ത് വീഴും. നിങ്ങൾ എന്നാണ് കുറച്ച് ബോധത്തോടെ പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക? എല്ലാവരും ബോധത്തോടെ സംസാരിച്ചാൽ ഭയങ്കര ബോറായിരിക്കും. ഒരാളെങ്കിലും നീയൊന്ന് നിർത്തുന്നുണ്ടോ? അവര് വരുമ്പോ നിന്റെ ഈ വളവള സംസാരം കേൾക്കണ്ട. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അതെന്താ ചേട്ടാ, ഞാനിവിടെ ഉണ്ടായാല്? ഡാ, അവര് വലിയ ടീമാ. നിന്നെ പോലെ ജോലിയൊന്നും ഇല്ലാതെ രാഷ്ട്രീയം പറഞ്ഞ് തേരാ പാര നടക്കുന്ന ഒരാളെ എങ്ങനെ ഞാൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക? ശരിയാണ്, ഞാനിപ്പോൾ വരാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണം ഈ ബന്ധുത മുടങ്ങാൻ പാടില്ല. തോമസേ, എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? അവൻ ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം? വേണ്ട അമ്മേ, ചേട്ടനെ കുറ്റം പറയണ്ട. ചേട്ടൻ പറഞ്ഞതാണ് ശരി. ഇതാരാണെന്ന് ചോദിച്ചാൽ അനിയനാണെന്ന് പറയണം. അനിയൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ചേട്ടൻ എന്ത് മറുപടി പറയും? ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ രാഷ്ട്രീയ എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് നടക്കാന്ന് പറയണ്ടേ? ഞാൻ കാരണം മറുപടി പറയാൻ ആരും ചൂടണ്ട. ഡാ, നല്ല ആലോചനയുണ്ടാ. ഇങ്ങനൊരു ബന്ധുത വന്നത് നമ്മുടെ ജോയ്സിമോളുടെ ഭാഗ്യമാണ്. ഒരു കാര്യം ചേട്ടൻ മനസ്സിലാക്കണം, എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ അന്തസ്സിന് ചേരാത്ത ജോലിക്ക് പോകണ്ടെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? എത്ര PC ടെസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ റാങ്ക് ലിസ്റ്റിലും എൻ്റെ പേരുണ്ടാവും, ജോലി മാത്രം കിട്ടില്ല. തോമസേ, ദേ അവർ വരുന്നുണ്ട് കേട്ടാ. ഇവിടെ എല്ലാം റെഡിയാണ്. ആൻ്റെ ഏട്ടൻ എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ നിൽക്ക്. ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല, ഞാൻ പുറത്തുണ്ട്. ഇരിക്കൂ. വഴിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നോ? കുറച്ച്. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല, ജംഗ്ഷനിൽ നിന്ന് ആൻറ്റിയേട്ടനും കൂടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഗ്രേസിയോട് ഇവരെത്തിയിട്ടുണ്ടെന്ന് പറ. ഇവനധികം ലീവില്ല കേട്ടോ. അതുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കല്യാണം ഉടനെ നടത്തണം. അങ്ങനെയാവാം. എൻ്റെ അളിയൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇത് അവൻ്റെ ഭാര്യ BC നഴ്സ്. അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാവാമെന്ന് കരുതി. എനിക്ക് 7 മക്കളാ. മൂത്തവൻ തോമസ്, അതായത് പെൺകുട്ടിയുടെ അപ്പൻ, BCom. രണ്ടാമത്തോൻ ഫിലിപ്പ്, BA കഴിഞ്ഞ് LLBക്ക് പോയി. മൂന്നാമത്തോൻ ജോണി, അവൻ ഗൾഫിലാ. നീ പോയി മോളെ വിളിച്ചേ. അവർക്ക് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ളതാ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. അതല്ല, വളരെ ദൂരെ നിന്നും വരുന്നതല്ലേ. മോന്റെ പേരെന്താ? ജാക്സൺ. അമേരിക്കയിൽ എവിടെയാണ്? ന്യൂയോർക്കിലാണ്. വിവാഹം കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കഴിയില്ലോ അല്ലേ? 1 വർഷം കഴിഞ്ഞ് നാട്ടിൽ വരും. അപ്പോഴേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നന്നായി നോക്കിക്കോട്ടാ. പിന്നെ മേമ പറയുന്ന പോലെ ശരിക്കും കണ്ടില്ലായിരുന്നു എന്ന് പറയരുത്. എന്താ മോളുടെ പേര്? ജോയ്സി. ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് ജോസഫ് കോളേജ്, ഇവിടെ അടുത്താ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേച്ചി ചോദിച്ചാൽ ജാക്സണൊന്നും ചോദിക്കാണ്ടാവില്ല കേട്ടാ. പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് മാറിക്കൊടുക്കാം. അല്ലെങ്കിൽ പിള്ളേർ ആ മാവും ചോട്ടി നിന്ന് സംസാരിച്ചോട്ടെ. അങ്ങനെയൊന്നും വേണ്ടെന്ന് അവൾ അമ്മയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വേണ്ടാന്ന് പറഞ്ഞേ? ഇന്നത്തെ കാലത്ത് ഇതെല്ലാം പതിവുള്ളതല്ലേ. വേണ്ട, നമ്പർ തന്നാലും മതി. ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. അതിന് ജോയ്സിക്ക് വിരോധം ഇല്ലല്ലോ. നമ്പർ ഞാൻ വിളിച്ചു പറയാം. നമ്പർ സേവ് ചെയ്തോളൂ. 1 മിനിറ്റ്. 9656890323. ലാസ്റ്റ് 23 അല്ലേ? അതെ. ഒന്നും കഴിച്ചില്ല. അതൊക്കെ ഇനിയാവുമല്ലോ. ഞങ്ങൾ ഇറങ്ങുന്നു. കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആൻറ്റിയേട്ടനോട് പറയാം. ആൻറ്റിയേട്ടൻ എൻ്റെ ഒരു ബന്ധുവാണ് കേട്ടോ. എനിക്കറിയാം. ശരി, കാണാം. അപ്പൻ എന്ത് വർത്താനം പറഞ്ഞത്? 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ചേട്ടൻ BCom. 10ാം ക്ലാസ് കഷ്ടിച്ച് കടന്നുകൂടിയ ഞാൻ LLB. അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു ഗമീരി കിട്ടിയെന്ന് കരുതി. അവരുടെ പഠിപ്പും പത്രാസും നമ്മൾ ചോദിച്ചോ? അയാളാ പറഞ്ഞത് എനിക്കിഷ്ടായില്ല. നാളെ ഒരു സത്യം അറിഞ്ഞാൽ എന്നെ ഒരു തൂക്കിക്കൊല്ലു. ഈ അപ്പൻ്റെ ഒരു കാര്യം. നല്ല കൂട്ടരാ. ജോയ്സിമോളുടെ ഭാഗ്യം. എനിക്കങ്ങനെ തോന്നിയില്ല. അത് അപ്പൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ചെക്കനുള്ളത് കൊണ്ടാ. അതെ, കുട്ടിക്കാലം മുതൽ കാണുന്നത് ഞാൻ അവനെ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അത് വിട്. പിന്നെ അപ്പൻ ജോയ്സിമോൾക്ക് കൊടുക്കാന്ന് പറഞ്ഞ ആ പൊന്നിൻ്റെ കാര്യം മറക്കണ്ട.
ഇല്ല, അത് ഞാൻ കൊടുക്കും. എൻ്റെ എല്ലാ പേരക്കുട്ടികൾക്കും 2 പവൻ വെച്ച്. 2 പവനോ? 50 പവനും ഒരു കാറും എൻ്റെ മോൾക്ക് കൊടുക്കാന്ന് അപ്പം പറയാറ്. എപ്പ പറഞ്ഞു? അപ്പാ വെറുതെ മനുഷ്യനെ വട്ട് പിടിപ്പിക്കല്ലേ. 50 പവൻ അപ്പൻ്റെ കയ്യിലുണ്ട്. കാറ് വാങ്ങാനുള്ള കാശ് കല്യാണം ആവുമ്പോഴേക്കും റെഡിയാക്കാം എന്നല്ലേ അപ്പം പറഞ്ഞത്. എന്റെ ദൈവമേ, എന്തവൻ പറയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത് നോണയാ അപ്പം പറയണേ? ഞാനല്ല നുണ പറയുന്നത്. അപ്പന് ഓർമ്മയില്ലാണ്ടാവും. 2 വർഷം മുമ്പ് അപ്പനോട് പറഞ്ഞില്ലേ, ആരും അറിയണ്ട, ജോയ്സിമോൾക്കുള്ള 50 പവൻ അപ്പൻ്റെ കയ്യിലുണ്ട്. കാറ് വാങ്ങാനുള്ള പൈസയിലേ കുറച്ച് കുറവുള്ളൂ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. നീ എന്താ വല്ല ദിവാസ്വപ്നം കണ്ട? 50 പവനെ, 50 പവൻ പോയിട്ട് 5 പവൻ എൻ്റെ കയ്യിലില്ല. ചെക്കൻ്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും? തോമസേ, ഇങ്ങനെ ബന്ധുത കിട്ടിയത് നിന്റെ മോളുടെ ഭാഗ്യ. അവർക്ക് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. പിന്നെ ചെക്കൻ്റെ പെങ്ങൾക്ക് 50 പവൻ കൊടുത്തിട്ടുണ്ട്. അത്രയും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. 50 പവനൊന്നും ഉണ്ടാവില്ല. 50 പവനിൽ 1 പവനും കുറഞ്ഞാൽ ഇത് നടക്കുമെന്ന് തോന്നണില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വേണ്ടാന്ന് വെക്കാം. ഞാൻ അവരോട് ഒന്നുകൂടി സംസാരിച്ച് നോക്കട്ടെ. ഇത് വലിയ ചതിയായി പോയപ്പാ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ആ കുട്ടികളെയും അവരുടെ സ്വപ്നങ്ങളെയും നീയാണ് ചതിച്ചത്. അതാണ് കാര്യല്ലേ? അതല്ലട, ഇല്ലാത്ത സ്വർണം ഞാൻ എവിടുന്ന് എടുത്തു തരും? ഞാൻ അവരോട് സംസാരിച്ചു. ഒരു 40 പവനാണെങ്കിൽ അവർക്ക് സമ്മതം. ആൻ്റേട്ടാ, 40 ഒന്നും ഉണ്ടാവില്ല. 40 പവന് എത്ര ലക്ഷം വേണമെന്ന് ആൻ്റേട്ടന് അറിയോ? അപ്പോൾ 40 ഇല്ലേ? എന്നോടിത് വേണ്ടായിരുന്നു അപ്പാ. അപ്പന് അറിവുള്ളതല്ലേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലാന്ന്. മോള് വളർന്നു വരുമ്പോ അവളെ കെട്ടിച്ചയക്കണമെന്നും അവൾ കുറച്ച് ആഭരണങ്ങൾ കൊടുക്കണമെന്നും ഞാനാണോ ചിന്തിക്കേണ്ടത്? അപ്പനായി നീയല്ലേ? ശരിയാണ്, തെറ്റെൻ്റേതാണ്. അപ്പനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് മുന്നൊരുക്കൊന്നും ഞാൻ നടത്തിയില്ല. ഇനി ഞാൻ സൂക്ഷിച്ചോളാം. തോമസേ, കാല് പിടിച്ചാണ് ഞാൻ സമ്മതിപ്പിച്ചത്. ഒരു 25 പവൻ കൊടുക്കാമെങ്കിൽ നിന്റെ മോളെ അവന് കെട്ടിക്കോളും. തന്നോട് ആരാ എൻ്റെ മോൾക്ക് വേണ്ടി അവൻ്റെ കാൽ പിടിക്കാൻ പറഞ്ഞത്? 25 പവൻ പോയിട്ട് 5 പൈസ ഞാൻ തരില്ലേ. ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മോളാ ചെറ്റ കെട്ടിയാൽ മതി. അത് ശരി, 5 കാശ് കയ്യില്ലാണ്ടാണോ മോൾക്ക് ബന്ധു ആലോചിച്ചത്? മര്യാദയ്ക്ക് താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ തൻ്റെ പുറം ഞാൻ അടിച്ചു പൊളിക്കും. പ്രായത്തിൽ മൂത്തതാണെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടാ. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ലടാ നാറി. 5 പൈസ കയ്യില്ലാതെയാണ് മോൾക്ക് വലിയ കൊമ്പത്തെ ചെക്കൻ അന്വേഷിച്ച് നടക്കുന്നത്. ചെറ്റ ചിരിച്ചോ? പൊട്ടി ചിരിച്ചോ? ഇത് വെറും ചിരിയല്ല, കൊലച്ചിരിയാണ്, കൊലച്ചിരി. മോനെ, ഡാ, നീ ഒന്ന് സമാധാനപ്പെട്. അപ്പനെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ട, ഇനി തൻ്റെ ഒരു സഹായം എനിക്ക് വേണ്ട. തൻ്റെ സഹായം ഇല്ലാതെ തന്നെ എൻ്റെ മോളെ കെട്ടിച്ചയക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല. എന്തുണ്ടായെന്ന് പറയപ്പാ. ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന്. എന്നിട്ടാണോ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയത്? പാടില്ലായിരുന്നു, ഒന്നും പാടില്ലായിരുന്നു. അവൻ എൻ്റെ മോനല്ലേ, അവൻ എൻ്റെ ചോരയല്ലേ. ഞാനല്ലേ അവനെ മനസ്സിലാക്കേണ്ടത്. അല്പം കൂടി മാന്യത അവനോട് കാണിക്കാമായിരുന്നു. അലക്സ്, നീ പോയി ചേട്ടനോട് പറ, അപ്പന് തെറ്റുപറ്റിയെന്ന്, അപ്പനോട് ക്ഷമിക്കണമെന്ന്. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ. അർത്ഥം അനർത്ഥമായി കാണാതിരുന്ന, അക്ഷരത്തെറ്റു വരുത്താതിരുന്ന, അത് മഹാകാവ്യം. ദാമ്പത്യം ഒരു
സിനിമാ പാട്ട്. വേറെ പാട്ടൊന്നും അപ്പനെ കേൾക്കാനില്ലേ? വയസ്സായി പാട്ടും കൂത്തൊക്കെ നിർത്തി കൊന്തയും ചെല്ലിയിരിക്കണം. മനസ്സിലായോ? ഉത്തരവ്. എത്ര നല്ല ആലോചനകൾ വന്നതാ. ആ ഇറച്ചി വീട്ടുകാരൻ ബെനീനെ എനിക്കിഷ്ടായതായിരുന്നു. അവനായിരുന്നെങ്കിൽ അവൻ്റെ ഇറച്ചിക്കടയിൽ പോത്തിൻ്റെ കാലിന് പകരം നിന്റെ കാല് കിടന്ന് ആടിയായിരുന്നു. അപ്പ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. എന്ത് പറ്റി? മസാല ദോശ ഇട്ട ബോംബാണ്. ബോംബോ? അതെ, ഇന്നലെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു മസാല ദോശ മേടിക്കാൻ പറഞ്ഞിരുന്നു. ഞാനത് മറന്നു. അമ്മ പറഞ്ഞ എള്ളുണ്ട മേടിക്കുകയും ചെയ്തു. അപ്പൊ നിനക്കിത് വേണം? ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ എന്തെങ്കിലും പറയും. ടെസ്റ്റ് ഡോസാണ്, സ്നേഹത്തിൻ്റെ. മറന്നാൽ അതിൻ്റെ അർത്ഥം എനിക്ക് സ്നേഹമില്ലെന്നാണ്. പെണ്ണുങ്ങൾ വിശേഷമായിട്ടിരിക്കുമ്പോഴേ ഓരോ ആഗ്രഹങ്ങൾ പറയും. അത് നമ്മൾ ആണുങ്ങൾ വേണം അത് സാധിപ്പിച്ചു കൊടുക്കാൻ. അവളുടെ അമ്മയുണ്ടല്ലോ, അവൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴേ ഇതൊക്കെ എത്ര നിസ്സാരം. ഒലക്കാണ്. അപ്പന് വേറൊന്നും പറയാനില്ലേ? അപ്പൊ വിശേഷമൊന്നും ആയില്ലേ? ആയി. ഇതാ ഇവിടെ. ഇതാര്? ഡാനിയല്ലോ. കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. വരുമ്പോഴൊക്കെ വല്യപ്പച്ചൻ്റെ ഉപദേശമല്ലേ, മടുത്തു. എത്ര പറഞ്ഞാലും നീ നേരെ ആവില്ല എന്നറിയാം. എന്നാലും നീ ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോ എന്തൊക്കെയായാലും നീ എൻ്റെ അനിയന്റെ ചോരയല്ലേ. ചോര വല്യപ്പച്ചനെ കിട്ടിയ അത്രയും ഭൂമി എൻ്റെ അപ്പനും കിട്ടിയില്ലേ? എൻ്റെ അപ്പ അതെല്ലാം വിറ്റ് കളഞ്ഞു. അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി വല്ലവരോടും ഞാൻ ഇറക്കേണ്ടി വരുമായിരുന്നു. കുറച്ചൊക്കെ അവൻ വിറ്റുവെന്നത് ശരിയാ. അവൻ വിറ്റതിന്റെ ഇരട്ടി നീ വിറ്റ് തളച്ചു. നിന്റെ അപ്പം വിറ്റിട്ടുണ്ടെങ്കിൽ നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചു വിടാനാ. നീയോ കൂട്ടുകാരുമായി കുടിച്ചും ചീട്ട് കളിച്ചും എല്ലാം ദൂർത്തടിച്ചില്ലേ? വല്യപ്പച്ചനുണ്ടായിരുന്ന 2 പെൺമക്കൾ, അവരെ കെട്ടിച്ചേക്ക് വല്യപ്പച്ചന്റെ ഭൂമി വിൽക്കേണ്ടി വന്നു. അത് ജോണിക്കുട്ടി പൈസ അയച്ചു തന്നുകൊണ്ട് ഒന്നും വിൽക്കേണ്ടി വന്നില്ല. ഇവിടെയുള്ളവരെ കൊണ്ട് എന്തിനു കൊള്ളാം? അത് പറയരുത്. നാട്ടിലുള്ളവരുടെ അങ്ങനെ ആക്ഷേപിക്കരുത്. എന്തൊരു നാറ്റം. നിന്നോട് പറഞ്ഞിട്ടില്ലേ കുടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വരരുന്ന്? വിഷമം കൊണ്ടാണ് വല്യപ്പച്ച. അവള് പോയി. ഇന്ന് വീണ്ടും അവളുടെ വീട്ടിലേക്ക് പോയി. സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? നിന്നെ സഹിക്കുന്നതിന് അവൾക്കൊരു അവാർഡ് കൊടുക്കണം. ശരിയാണ്, അവള് സഹിക്കാണ് എന്നെയും എൻ്റെ ശീലങ്ങളെയും. പക്ഷേ അവളില്ലാതെ എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ സാധിക്കില്ല. അതെനിക്കറിയാം. നിനക്ക് ഭക്ഷണം വയ്ക്കാനും നിന്റെ വസ്ത്രം കഴിത്താനും അവള് വേണമല്ലോ. എങ്ങനെ മനസ്സിലായി? ഭക്ഷണം വയ്ക്കാനൊക്കെ എനിക്കറിയാം. നിനക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോയിക്കൂടെ? ഇവിടെ ബംഗാളിക്കും ബീഹാറിക്കും ദിവസം 1000 രൂപ കൂലി കിട്ടും. എനിക്ക് കിട്ടുന്നത് മാസം വെറും 8000. അതിന് അവരെ പോലെ അധ്വാനുള്ള ജോലി ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? ഇല്ല, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇപ്പോൾ എവിടെ നിന്റെ കൂട്ടുകാരൊക്കെ? കയ്യിൽ കാശില്ലാതായപ്പോ എല്ലാവരും നിന്നെ വിട്ടുപോയി. നിന്നേക്കാൾ വലിയ ദൂർത്തന്നെ തേടി. ശരിയാണ്, ആർക്കും എന്നെ വേണ്ട. എനിക്കും ആരെയും വേണ്ട. അവളും പോയി എന്നെ വിട്ട്. പോട്ടെ, എല്ലാവരും പോട്ടെ. എനിക്ക് ഞാൻ മാത്രം മതി. കുടിച്ച് കുടിച്ച് ഞാൻ നശിക്കട്ടെ. ഇനി കുടിക്കാൻ നിനക്ക് എവിടുന്ന് കാശ് കിട്ടും? അവള് പോയില്ലേ? പാവം, എന്തോരം സഹിച്ചു. കഴിഞ്ഞ ആഴ്ച അവളെ ഞാൻ കണ്ടിരുന്നു. എന്തോ ഒരു കോലായിട അവള്. ഞാനും പറയാറുണ്ട് അവളോട്, നീ വല്ലാതെ ക്ഷീണിച്ചു എന്ന്. ദേ പുറങ്കാല് മടക്കി ഞാനൊന്നും തരൂട്ടാ. വലിയ സഹതാപക്കാരൻ. വല്യപ്പച്ചൻ അടിച്ചോ? എനിക്ക് വേദനിക്കില്ലേ? കണ്ടില്ലേ, ഇന്ന് വല്യപ്പച്ചൻ്റെ പിറന്നാളാ. എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടും ഞാൻ വന്നില്ലേ? അതാ മനപ്പൊരുത്തം. പിള്ളേര് വരുന്നതിന് മുമ്പ് നീ പോയിക്കോ. അവർക്ക് നിന്നെ കണ്ട കലി അളക്കും. ആര് വഴക്ക് പറഞ്ഞാലും അലക്സ് എന്നെ വഴക്ക് പറയില്ല. അത്രയ്ക്കിഷ്ട അവൻ എന്നെ. എനിക്ക് അവനെയും. വല്യപ്പച്ചി കൂനെ കണ്ടോ? അവനെ തോളിൽ നടന്നതിൻ്റെയാ അതിൻ്റെ സ്നേഹം ഇപ്പോഴും അവൻ എന്നോടുണ്ട്. എന്നാലും വല്യപ്പച്ചനോട് പോകാൻ പറഞ്ഞില്ലേ? വല്യപ്പച്ചൻ്റെ പിറന്നാൾ പായസം കുടിച്ചിട്ട് ഞാൻ പോകും. അതല്ലടാ, അവര് നിന്നെ ഈ കോലത്തിൽ കണ്ടാല് വല്യപ്പച്ചൻ്റെ കൂടെ വരണം. അവളെ തിരിച്ചു കൊണ്ടുവരണം. ഞാൻ വരില്ല. അവളെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പകല് ഇൻഷുറൻസ് ഏജൻസി,
വൈകിട്ട് തുണിക്കടയിൽ സെയിൽസ് ഗേൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കട്ടെ. അവൾ പാവാണ്, നല്ലവളാണ്. എന്നെ പോലെ ഒരാളെ അവൾക്ക് ഭർത്താവായി കിട്ടാൻ പാടില്ലായിരുന്നു. ദൈവം വലിയ ക്രൂരതയാണ് അവളോട് കാണിച്ചത്. താടി മുഴുവൻ തുപ്പലായി തുടച്ചേ. ഇറങ്ങിപ്പോകാൻ നേരം അവളെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന പുണ്യമാണ് നീ. ഇനിയും ജന്മങ്ങളുണ്ടെങ്കിൽ നീ തന്നെ എൻ്റെ ഭാര്യയായിട്ട് വരണം. ഇത് കേട്ടിട്ട് അവള് നിന്റെ ചെപ്പിക്കുട്ടിക്കൊന്നും തന്നില്ലേ? ഇല്ല, പകരം അവൾ പറഞ്ഞു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ഭർത്താവ്, നിങ്ങൾ എൻ്റെ ഭാര്യ. അപ്പോൾ ഞാൻ കുടിക്കും, സാരി എടുത്ത് ബാറിലിരുന്ന് കുടിക്കും, മതിയോളം കുടിക്കും. ദൈവമേ, ചോരയാണല്ലോ ഛർദിക്കുന്നത്. തോമസേ, തോമസേ, ഈ തെണ്ടി വീണ്ടും വന്നു. അവന്റെ വായിൽ ചോര വരുന്നുണ്ട്. നീ അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക്. അപ്പൻ എന്തറിഞ്ഞിട്ടാ പറയുന്നേ? കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഹോസ്പിറ്റൽ ബില്ല് ഞാനാ കൊടുത്തേ. ഇനി വെള്ളമടിച്ചാൽ തട്ടിപ്പോകുമെന്നാ ഡോക്ടർ പറഞ്ഞത്. രക്തം ഛർദിക്കുന്നവരൊക്കെ മരിക്കായിരുന്നെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇത്രയധികം കുടിയവർ കാണുമായിരുന്നു. അപ്പാ, ഇവനെ ഞാൻ കൊണ്ടുപോയില്ല. ചാവുകയാണെങ്കിൽ ഇവിടെ കിടന്ന് ചാവട്ടെ. സാരല്ലടാ, അവൻ വെളിവില്ലാതെ പറയുന്നല്ലേ. നീ അവനെ വേഗം കൊണ്ടുപോ. അലക്സേ, നീ പറഞ്ഞ ശരിയാ. ചേട്ടൻ തെണ്ടിയ, ഒന്നിനും കൊള്ളാത്തവന്, ആർക്കും വേണ്ടാത്തവന്. എന്നാലും നീ പറഞ്ഞപ്പോ ചേട്ടനെ കൊണ്ടുവിട്ടാ. ഇവിടെ സൂചി കൊണ്ട് കുത്തിയ പോലെ. നീ പറഞ്ഞതുകൊണ്ടാ. വേറെ ആരും വിളിച്ചാലും ചേട്ടന് എത്ര വിഷമുണ്ടാവില്ല. കുട്ടിയായിരിക്കുമ്പോൾ നിന്നെ പൂരത്തിന് കൊണ്ടുപോകാനും പെരുന്നാളിന് കൊണ്ടുപോകാനും ഈ തെണ്ടിയുണ്ടായിരുന്നുള്ളൂ. ഈ തോളിലിരുന്ന നീ പൂരവും പെരുന്നാളും കണ്ടത്. നീ അത് വീട്. അവൻ പെട്ടെന്നൊരു ആവേശത്തിന്. സാരമില്ല, ഈ ജന്മം ഇങ്ങനെ ഒടുക്കണം. തെണ്ടിയായി, പരമനാറിയായി. ചേട്ടൻ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഞാൻ പൊക്കോളാം. പുറത്തിറങ്ങിയാൽ ഒരു ഓട്ടോ കിട്ടും. പറയുന്നത് കേൾക്ക്, ഞാൻ കൂടെ വരാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ വന്ന ഇനിയും ആശുപത്രിയിൽ അടയ്ക്കേണ്ടി വരും. ഇനി അധികാരം ഉണ്ടാവാൻ തോന്നുന്നില്ല. ഉണ്ടായാൽ തന്നെ പരമാവധി ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കാം. ഡോക്ടർ പറഞ്ഞ പോലെ തട്ടിപ്പോവാണെങ്കിൽ ചേട്ടത്തിയോട് പറയാം. നന്നാവാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. എനിക്ക് പറ്റാത്ത ഒന്നും പറയണ്ടായിരുന്നു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ശേഷയെന്ന് പറയേണ്ടി വരും. പാവം, അവന് വളരെ വേദനിച്ചു. ആർക്ക്? ഏയ്, ഒന്നുമില്ല. പറ അലക്സേ, ആരോടെ വന്നത്? ഡാനിയേട്ടൻ വന്നിരുന്നു. ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു പോയി. ചേട്ടൻ വളരെ സങ്കടപ്പെട്ട ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഈയിടെ അലക്സിന് നാവിന് യാതൊരു നിയന്ത്രണവും ഇല്ല. ആരോട് എപ്പോൾ എന്തൊക്കെ പറയണ്ടെന്ന് ഒരു ബോധവും ഇല്ലാത്ത പോലെ. അവന് മാത്രമല്ല, ഇവിടെ ഇപ്പം എല്ലാവരുടെ നാവിൻ്റെ കെട്ടും പൊട്ടിയിരിക്കുക. അലക്സിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അറ്റ്ലീസ്റ്റ് മുതിർന്നവരോട് സംസാരിക്കുമ്പോഴെങ്കിലും സൂക്ഷിക്കണമെന്ന്. ആൻസി, ഞാനൊന്നും മനഃപൂർവ്വം പറയുന്നതല്ല. പെട്ടെന്നാണ് വൃത്തികെട്ട വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് പുറത്തു ചാടുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട. ഇവിടെ ഒന്ന് റെഡിയായില്ലേ? ഇനിയിപ്പോൾ ഒരു ആഘോഷമൊന്നും വേണ്ട. മനസ്സിനൊരു സുഖമില്ല. എന്തു പറ്റി? ഡാനിയേട്ടൻ വന്നിരുന്നു. ബ്ലഡ് ഛർദ്ദിച്ചാണ് ഇറങ്ങിപ്പോയത്. ഞാനാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ. അതാണോ കാര്യം? അങ്ങേർക്കത് സ്ഥിരം പരിപാടിയാ. രക്തം ഛർദ്ദിക്കും, കുറച്ച് ദിവസം ആശുപത്രിയിൽ കിടക്കും, പുറത്തിറങ്ങും, കുടിക്കും, വീണ്ടും രക്തം ഛർദ്ദിക്കും, വീണ്ടും ആശുപത്രിയിൽ കിടക്കും. ഞാൻ പോയി പിള്ളേരെ വിളിക്കാം. അപ്പാപ്പൻ്റെ ബർത്ത്ഡേ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരു കേക്ക് മുറിക്കാം, അത് മതി. അപ്പനൊന്നും മിണ്ടാതിരുന്നേ. ഇത് ഞങ്ങൾ മക്കൾ നോക്കിക്കോളാം. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. അലക്സ് ഇപ്പം എങ്ങും പോവണ്ട. പോവാതെ പറ്റില്ല. കേക്ക് മുറിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ ഇങ്ങെത്തിക്കോളാം.
അവൻ പോയിക്കോട്ടെ, ചത്തോ ജീവിച്ചിട്ടുണ്ടെന്നെങ്കിലും ഒന്നറിയാമല്ലോ. ഹാ ചേച്ചിയോ, എന്ത് ലേറ്റായേ? അങ്ങേർക്ക് ഇന്ന് അവധിയാ. സംസാരിച്ചു തുടങ്ങിയ ഫോൺ താഴെ വെക്കില്ല. അടുത്തെങ്ങനെ നാട്ടിൽ വരുന്നുണ്ടോ? ഇല്ല, പോയിട്ട് 1 വർഷമാവണല്ലോ. 5-6 മാസം കൂടി കഴിയും ഇനി വരാൻ. എന്താടി വൈകിയത്? അപ്പ എന്തറിഞ്ഞിട്ടായി ചോദിക്കുന്നേ? വീട്ടിൽ 100 കൂട്ടം പണിയുണ്ട്. പിന്നെ എടുത്താ പൊങ്ങാത്ത കല്ലും ചുമന്ന് നീ വീടിന് ചുറ്റും നടക്കല്ലേ? അപ്പനെ എന്ത് പറഞ്ഞാലും എല്ലാം നിസ്സാരം. ഇങ്ങോട്ട് കാട്ട്, ഞാൻ തുടയ്ക്കാം. ഇതൊന്ന് തുടയ്ക്കാൻ ഇവിടെ ആരുമില്ലേ? രാവിലെ മോപ്പ് ചെയ്തതാ, പിന്നെയാണ് ഡാനിയേട്ടൻ വന്ന് ചുമച്ച് ഛർദ്ദിച്ചത്. അയ്യേ, എന്നാ പിന്നെ അപ്പം തന്നെ തുടച്ചോ. വേണ്ട. നിന്റെ രണ്ടാമത്തെ ചേട്ടനുണ്ടല്ലോ, ആളൊരു കുറുക്കനാട്ടോ. എനിക്കറിയാം, ചേട്ടൻ ഞങ്ങളെ രണ്ടുപേരെയും മോളെ മോളേന്ന് വിളിച്ച് പാട്ടിലാക്കാൻ നോക്കുകയാണെന്ന്. തിരിച്ച് ഞാൻ ചേട്ടനെ കുപ്പിയിലാക്കും. നിങ്ങളെ ഞാൻ പോക്കറ്റിലാക്കിയില്ലേ, പിന്നെയാണോ ചേട്ടൻ? ആ, നീ ഇവിടെ നിൽക്കുകയാണോ? നിനക്കൊന്ന് അടുക്കളയിൽ കയറി ചേച്ചിമാരെ സഹായിച്ചാൽ എന്താ? അമ്മേ, അവിടെ അടുക്കള കയറി മടുത്തിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്, കുറച്ച് റെസ്റ്റ് കിട്ടാൻ. ഇവിടെ ഞാൻ അടുക്കളയിൽ കയറി കഷ്ടപ്പെടണോ? എന്റെ ദൈവമേ. ആ മോളു എപ്പോ വന്നു? ഇപ്പൊ എത്തിയുള്ളൂ ചേട്ടാ. അപ്പോഴേക്കും അമ്മയുടെ കൽപ്പന വന്നു അടുക്കള കയറാൻ. നിങ്ങൾക്ക് കണ്ണിയെ ചോരയില്ല അമ്മേ, വന്ന് കയറുമ്പോഴേക്കും പണിയെടുക്കാൻ പറയാൻ. നല്ലൊരു ദിവസമായിട്ട് നീ എവിടെയായിരുന്നു? തോട്ടത്തിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നീ വഴിയൊക്കെ മറന്നോ? അപ്പാപ്പൻ്റെ അടുത്തേക്ക് വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. എന്തിനാ വെറുതെ തോമസ് അങ്കിളിനെ വിരലൊടിപ്പിക്കുന്നത്? അപ്പനോട് പോവാൻ പറ. ഇത് എന്റെ വീടാ, ഇവിടെ നിന്നെ ആരും തടയില്ല. നിനക്ക് ഇഷ്ടമുള്ളപ്പോ ഇവിടെ വരാം. ഇനി ഞാൻ വരില്ല പാപ്പ. എനിക്ക് UK വിസ ശരിയായിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ പോകണം. എന്തിനാ മോനെ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്? ഇവിടെ നമുക്ക് എന്ത് ജോലി കിട്ടാനാ പാപ്പ? കിട്ടിയാൽ തന്നെ മാന്യമായ സാലറി ഒക്കെ കിട്ടുമോ? നിനക്ക് സ്വന്തമായി എന്തേലും ചെയ്തുകൂടെ? അതിന് ഡാഡി സമ്മതിക്കോ?
എൻ്റെ പക്കൽ കുറേ ഐഡിയകളുണ്ട്. ഒന്നിനും ഡാഡി സമ്മതിക്കില്ല. സമ്മതിച്ചാൽ തുടങ്ങാനുള്ള പൈസ തരേണ്ടി വരുമല്ലോ, അതിൻ്റെ പേടിയാ. ഇവിടെയുണ്ട് അങ്ങനെ ഒരാൾ. മരിക്കുന്നത് വരെ ഒന്നും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുക. എന്താ ആവശ്യത്തിനാടി ഞാൻ നിന്റെ മക്കൾക്ക് കാശ് കൊടുക്കാതിട്ടുള്ളത്? കൊടുക്കുന്ന കാശ് നശിപ്പിക്കാനല്ലാതെ കൂട്ടിയമ്മോടെ കൂട്ടാൻ ഒരെണ്ണത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? എത്ര തവണ ഞാൻ പറഞ്ഞതാ ഓരോരുത്തർക്കും ഉള്ളത് ഭാഗം വെച്ച് കൊടുക്കാൻ. ചെയ്യത്തില്ല. ജോസ് മോനെ, എനിക്ക് ഭാഗം വെച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ എങ്ങനെ ഭാഗം വെച്ചാലും ആർക്കും തൃപ്തി വരില്ല. എല്ലാവരുടെ പഴിയും ഞാൻ കേൾക്കേണ്ടി വരും. എൻ്റെ കാലശേഷം അവരെങ്ങനെ വേണമെങ്കിലും പങ്കുവെച്ചെടുത്തോട്ടെ. അപ്പാപ്പാ ഞാൻ പോട്ടെ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഇവിടെ വരരുതെന്ന്. അവൻ എന്നെ കാണാൻ വന്നാടാ. ഇവനും ഇവന്റെ വീട്ടുകാരും ഇവിടെ ആരും കാണാൻ വരണ്ട. അപ്പാപ്പൻ വരരുതെന്ന് പറയാത്തിടത്തോളം കാലം ഞാൻ വരും. ഇനി വന്നാൽ നീ 2 കാലും കൊണ്ട് നടന്നു പോയില്ല. നിന്റെ മുട്ടുകാലി ഞാൻ തല്ലൊടിക്കും. എന്ത് ഭ്രാന്താണ്ടാ നീ പറയുന്നേ? മോൻ പോയിക്കോ. അതെ, എനിക്ക് ഭ്രാന്താ. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ ആരുടെയും കൂടെ ഒന്ന് ഇറക്കി വിടണം. ഇതുവരെ എനിക്ക് ഭ്രാന്താ. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? നിന്നിവിടെ ആർക്കും ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ അപ്പാപ്പനെ കാണാൻ വന്നതാ. അപ്പാപ്പനെ മാത്രം ഒന്ന് യാത്ര പറയണമെന്ന് തോന്നി. യാത്ര പറഞ്ഞില്ലേ, ഇനി പോയിക്കോ. എന്നെ കാണാൻ വരുന്നവരോട് മുട്ടുംകാല് തല്ലൊടിക്കുന്ന പറയാൻ നീ ആരടാ? എന്റെ തന്തയോ? അവനും അവന്റെ വീട്ടുകാരും ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടല്ല. എന്നെ കാണാൻ പലരും വരും. അത് നിയന്ത്രിക്കാൻ നീ വളർന്നിട്ടില്ല. മക്കൾ അപ്പനോളം വളർന്നാൽ അപ്പൻ വെറും ചപ്പനാ എന്നാ പഴമൊഴി. അതിന് നീ അപ്പനോളം വളർന്നുവെന്ന് എനിക്ക് തോന്നണ്ടേ? തോന്നില്ല. അതിനല്ലേ ഭൂതം നിധി കാക്കുന്നത് പോലെ ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത്. ലാസർ ഭൂതം. നിങ്ങൾ രണ്ടാളും ഇത് എങ്ങോട്ടേക്കുള്ള പോക്കാ? മതി. നല്ലൊരു ദിവസമായിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവൻ പറയട്ടെടി. ഉള്ളിലുള്ളത് മുഴുവനും അവൻ പറയട്ടെ. എല്ലാം അടക്കി വെച്ച് കെട്ടിപ്പിടിച്ചിരിക്കണം. എന്നിട്ട് രാജാവായി വാഴണം. രാജാവോ? അതേടാ, ഞാൻ രാജാവ് തന്നെയായിരുന്നു ഈ പ്രദേശത്തിന്റെ എന്റെ നല്ല കാലത്ത്. ഇപ്പൊ ഞാൻ രാജാവും അല്ല പ്രജയും അല്ല. ഇതെന്റെ മാത്രം അഭിപ്രായമല്ല. തോമസേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്താ പറഞ്ഞേ? നിന്റെ മാത്രം അഭിപ്രായമല്ലെന്നോ? അതെ. വേറോനി, നീ അകത്ത് പോയി പിള്ളേരെ വിളി. ഇവൻ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണല്ലോ. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? വേറൊരു ദിവസം ചോദിക്കാം. നീ ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ? അപ്പാ അല്പം സീരിയസാ. പോണ വഴി മുഴുവൻ രക്തം ഛർദ്ദിച്ച ഹോസ്പിറ്റലിലെത്തിയത്. നീ ഇവിടെ നിൽക്ക്. എന്താ അപ്പാ? നിങ്ങളെല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇവരെന്തിനാ വിളിച്ചേ? അവരും എൻ്റെ മക്കളാ. എല്ലാവരോടും കൂടി ചോദിക്കുക. ഞാനിവിടെ രാജാവായി നിങ്ങളെയൊക്കെ അടക്കി ഭരിക്കുകയാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? രാജാവോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. വേറെ ആരും മറുപടി പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും ഇവിടെ വീർപ്പ് മുട്ടി കഴിയുകയാണോ? എന്തിനപ്പോ ഞങ്ങളിങ്ങനെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്നത്? നീ പറഞ്ഞു വരുന്നത്? ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിലും മക്കളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്നില്ല. അതിനാരോടെങ്കിലും മാറിപ്പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? വീട് വെക്കാൻ സ്ഥലം മാത്രം പോരാ, വീടും ഞാൻ വെച്ച് തരണമെന്നാണ് നിങ്ങളുടെയൊക്കെ ഉള്ളിരിപ്പ്. വീട് വെക്കാൻ പൈസ തരാനില്ലെങ്കിൽ ഭൂമി വിൽക്കണം. അപ്പനായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, എല്ലാം പൂർവിക സ്വത്തല്ലേ. വിൽക്കുന്നതൊക്കെ കൊള്ളാം. ഞങ്ങൾ പെൺകുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം. എന്തിന്? അത്യാവശ്യം പൊന്നും പണവും തന്നാ നിങ്ങൾ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടത്. പൊന്നിന്റെ പണത്തിന്റെ കാര്യമൊന്നും ഇവിടെ ആരും പറയണ്ട. ചേച്ചിക്ക് കൊടുത്തത് നക്കാപ്പിച്ച 15 പവൻ, എനിക്ക് തന്നത് 20 പവൻ. അത് ശരി. അപ്പം നിനക്ക് 20 പവൻ കിട്ടിയിട്ടുണ്ടല്ലേ? കണ്ടില്ല അമ്മേ, അവിടെ എനിക്ക് നഷ്ടം തന്നെ. നിന്റെ കല്യാണ സമയത്ത് ജോണിക്കുട്ടിയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. പാവം, അവൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കടം മേടിച്ച് അയച്ചു തന്നത് കൊണ്ടാ 15 15 നിനക്ക് തരാൻ പറ്റിയത്. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില എന്നറിയോ? തൽക്കാലം നിങ്ങൾ അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടണം. ഒരു കാര്യം ചെയ്യാം, എനിക്ക് തന്ന 20 പവൻ ഞാൻ ചേട്ടന് തരാം. ചേട്ടന് കിട്ടുന്ന ഓഹരി എനിക്ക് തന്നാ മതി. ഒന്ന് നിർത്തുന്നുണ്ടോ? അപ്പൻ മാത്രം ശരി, അപ്പൻ ചെയ്യുന്നത് മാത്രം ശരി. ഞങ്ങളൊക്കെ മണ്ടന്മാർ, അടിമകൾ. അതിനി നടക്കില്ലപ്പാ. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? അവൻ പറയട്ടെ. അവൻ മാത്രമല്ല, എല്ലാവരും പറയട്ടെ. കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലേ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഞാനൊന്നും നശിപ്പിച്ചിട്ടില്ല. മതി, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ സംസാരിക്കാം. നാളെ തന്നെ ആധാരം എഴുതുന്ന അയ്യപ്പനെ വിളിക്കണം. അതിനു മുമ്പ് നിങ്ങൾ 7 പേരും കൂടി ആർക്ക് എന്ത് എത്രയൊക്കെയെന്ന് ഒരു ധാരണയിലെത്തണം. പിന്നൊരു കാര്യം, ജോണിക്കുട്ടി ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് ഒരു കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ അവന് കൊടുക്കും.
കർത്താവെ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുതേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞാൻ കാരണം പോയത്. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. കുറെ നേരായി ഇത് തന്നെയല്ലേ പറയുന്നത്, ഒന്ന് നിർത്തിക്കൂടെ? കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ. ഞാൻ കാരണ അപ്പോൾ അറ്റാക്ക് വന്നത്. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേ, നിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. എന്തായിരുന്നു അസുഖം? പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. പെരുന്നാൾ ആഘോഷത്തിനിടയിൽ പെട്ടെന്നാണ് അപ്പന് നെഞ്ചുവേദന ഉണ്ടായത്. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ജോണിക്കുട്ടി വരുന്നുണ്ടോ? വരുന്നുണ്ട്, അല്പസമയത്തിനുള്ളിൽ എത്തും. ഈ കിടക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ്. പണ്ട് പാറ പൊട്ടിക്കാൻ ഒരു കൂട്ടർ വന്നപ്പോൾ നമ്മൾ അവരെ ഓടിച്ചു വിട്ടില്ലേ? ഇപ്പോൾ എന്തെല്ലാം പണികളാ മലയുടെ മുകളിൽ നടക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. നമ്മുടെ അപ്പം പോയടാ ജോണി, നമ്മുടെ അപ്പം പോയി. ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി. എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് കുറച്ചു കാലം അപ്പൻ്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. നടന്നില്ലല്ലോ അപ്പ. സ്പർശിക്കണമേ ഞങ്ങളിലെല്ലാം. തന്നോട് ആരാണ് ലാസ്ട്രേണ്ണ വന്ന് കാണാൻ എനിക്ക് ആരുടെയും സമ്മതം ആവശ്യമില്ലടാ. അപ്പനെ പള്ളി കൊണ്ടുവരും, അവിടെ വന്ന് കണ്ടാ മതി. തോമസേ, വഴിയിന്ന് മാറ്. ഇല്ലാതെ പറഞ്ഞില്ലേ? ലാസറേട്ടൻ എനിക്ക് എൻ്റെ സ്വന്തം അപ്പനെ പോലെ. അപ്പനെ കണ്ടിട്ട് ഞാൻ പോകും. തോമസേ, മാറി നിൽക്ക്. ജോർജ് അപ്പനെ കണ്ടിട്ട് പോട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പനവിടെ പെട്ടിയിൽ കാണും. ഇവിടെ നിന്ന് അധികം വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ, തിരിച്ചു നിന്റെ കൊരാൻ ഞാൻ പൊട്ടിക്കും. മാറി നിൽക്കടാ. അപ്പൻ മരിച്ചു കിടക്കുമ്പോഴാ അവൻ്റെ ഒരു യാത്ര ചെയ്യുന്നവർ എന്റെ ഒപ്പം പോയല്ലോ. എന്തിനാ അപ്പോൾ ഞങ്ങൾ വിട്ടുപോയത്? ഞങ്ങൾക്ക് ഇനി ആരുണ്ട്? ഞാനിനി എന്ത് ചെയ്യും? ഞാനിത് എങ്ങനെ സഹിക്കും എൻ്റെ ഈശ്വരാ? ഈ ലളിതയെ ആരറിയിച്ച്? ഞാനാ വിളിച്ചു പറഞ്ഞത്. എന്തിന്? എന്തിനെന്നോ? അപ്പനെ അവസാനമായി അവളൊന്ന് കണ്ടാൽ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്. ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കാന്നറിയോ? എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ.
അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. അമ്മേ, അമ്മേ, എന്തിനാണ് അങ്ങനെ കാറുന്നത്? അമ്മയും കൂടി അറിഞ്ഞിട്ടാണോ അപ്പൻ ഈ കളി കളിച്ചത്? പതുക്കെ, ഒരു മരണം നടന്ന വീടാണ്. എന്ത് കളി? അമ്മയ്ക്ക് എല്ലാം അറിയാം. അമ്മ അറിയാതെ അപ്പൻ ഒന്നും ചെയ്യില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അവിടെ ഇവിടെയും തൊടാണ്ട് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഈ വിൽപ്പത്രം എഴുതുമ്പോൾ അപ്പൻ അമ്മയോട് ആലോചിച്ചിരുന്നില്ലേ? ഇല്ല. ഇത് എങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് അമ്മയ്ക്കറിയോ? ഇതിലും ഭേദം പാമ്പും കോണി കളിക്കാനുള്ള ബോർഡ് വരയ്ക്കുന്നതായിരുന്നു. അതെ, അതാവുമ്പോ കളിക്കെങ്കിലും ചെയ്യാമായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത് കുറച്ച് പടിഞ്ഞാറേ മൂലയിൽ, ബാക്കി കുറച്ച് പറമ്പിന്റെ തെക്ക് ഭാഗത്ത്. ഞാനൊരു വീട് വെക്കുകയാണെങ്കിൽ വലിയേട്ടന്റെ വീടിന്റെ അടുക്കളയിലൂടെ പോകണം. അത് നിങ്ങൾ 3 പേരും വീട് പണിയുമ്പോൾ വഴിയൊക്കെ നോക്കിയിട്ട് പണിതാൽ പോരെ? പറ്റില്ല അമ്മേ, എങ്ങനെ പണിതാലും ആർക്കും മര്യാദയ്ക്ക് വീട്ടിലെത്താൻ പറ്റില്ല. കുറച്ച് സ്ഥലം കിഴക്ക്, കുറച്ച് സ്ഥലം പടിഞ്ഞാറ്, കുറച്ച് സ്ഥലം തെക്ക്, അങ്ങനെയാ എല്ലാവർക്കും എഴുതി വെച്ചിരിക്കുന്നത്. റോഡ് സൈഡ് മുഴുവൻ ഒരാൾക്ക് കൊടുത്താൽ ബാക്കിയുള്ളവർ സമ്മതിക്കുമോ? അമ്മേ, ഇതപ്പം മനഃപൂർവ്വം ചെയ്തതാ, ഞങ്ങളെ പരിഹസിക്കാൻ. ജോണിക്കുട്ടിക്ക് മാത്രം അപ്പ എല്ലാം ശരിയാക്കി കൊടുത്തു, വക്കും തെറ്റും പൊട്ടാതെ. ഈ വീടും 20 സെന്റ് സ്ഥലവും. ജോണിക്കുട്ടി ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് എല്ലാവർക്കും അറിവുള്ളതല്ലേ? ഞങ്ങളും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കഴിവിനനുസരിച്ച്. ആരെന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന കൃത്യമായ കണക്ക് അപ്പന്റെ കയ്യിലുണ്ടായിരുന്നു. കുറച്ചൊക്കെ എന്റെ കയ്യിൽ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ഈ ചെയ്തത് ശരിയായില്ല. അതിൽ അവസാനം എഴുതിയ വരി നിങ്ങൾ വായിച്ചില്ലേ? ജോണിക്കുട്ടിക്കുള്ള വീടും സ്ഥലവും ഒഴികെ ബാക്കിയെല്ലാം മാറ്റി എഴുതാനുള്ള അധികാരം എനിക്കുണ്ട്. എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യാം. നീ എവിടെ പോയിരിക്കായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ. അവൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക. ചേട്ടാ, ജൂലിയെയും മക്കളെയും ബുധനാഴ്ച പറഞ്ഞേക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവരുടെ ക്ലാസ് കളയണ്ടല്ലോ, ജൂലിക്കും അധികം ലീവില്ല. എന്താ അമ്മ ഇത്? എന്നെ കാണുമ്പോഴൊക്കെയും ചേട്ടൻ ഇങ്ങനെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. എന്താ ചേട്ടൻ്റെ പ്രശ്നം? ചേട്ടന് മാത്രമല്ല, ഇവർക്കുമുണ്ട് പ്രശ്നം. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എല്ലാവരും കൂടി എന്നിങ്ങനെ ഒറ്റപ്പെടുത്താൻ. അവർക്ക് എന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നോ? ഞാനാണെങ്കിൽ അതൊന്നും ചോദിച്ചില്ല. മതി നിന്റെ ദാനധർമ്മം. ഒരെണ്ണത്തിന് ചില്ലിക്കാശ് കൊടുക്കരുത്, നന്ദിയില്ലാത്ത വർഗം. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? ദാ ഈ വീടും സ്ഥലവും നിനക്ക് തന്നതിന്റെ പുകിലാ. അതാണോ കാര്യം? ഇതൊന്നും ഞാൻ അപ്പനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെ പലരുടെയും പെരുമാറ്റം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. എന്താ നീ പറയുന്നേ? ഇവിടെയുള്ളവരൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ കൂടപ്പിറപ്പുകളാ, അവരുടെ കുടുംബങ്ങളാ. അത് ശരിയാ, അല്ലെങ്കിലും ഞങ്ങളെക്കാൾ വലുത് നിങ്ങൾക്ക് അവരായിരുന്നല്ലോ. എന്താ ഇപ്പൊ ഉണ്ടായത്? ഒന്നുമില്ല. നീ കാര്യം പറ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? നീ മനുഷ്യന് വട്ടുപിടിപ്പിക്കാതെ കാര്യം പറ. ഡാഡി, നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമല്ല. നിങ്ങളോട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തിനാ എന്നോടും മോളോടും ഇങ്ങനെ പെരുമാറുന്നത്? ശത്രുക്കളോടെന്ന പോലെ. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? നമുക്കിവിടെ നിൽക്കണ്ട ഡാഡി, നമുക്ക് തിരിച്ചു പോവാം. നീ പോയി ആ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യൂ. എന്തിന്? ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി. എവിടേക്കാ പോണെന്ന് എന്നോടെങ്കിലും പറഞ്ഞൂടെ? പാതാളത്തിലേക്ക്. ഡാഡി കൂൾ. ആ, ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ ചേട്ടാ? സത്യം പറയണം, നിനക്കും എന്നോട് ദേഷ്യമാണോ? എന്തിന്? ഞാൻ എന്തിനാ എൻ്റെ ചേട്ടനോട് ദേഷ്യപ്പെടണം? ഈ വീടും സ്ഥലവും തട്ടിയെടുത്തതിന്. അപ്പൻ വീട് ചേട്ടൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ ചെയ്ത ഏറ്റവും നല്ല കാര്യവും അതാണ്. ഈ വീട് പുതുക്കി പണിയാൻ ചേട്ടൻ കുറെ പണം ചെലവാക്കിയതല്ലേ? അതൊക്കെ ചെയ്തത് നിങ്ങൾ എൻ്റെ സ്വന്തമാണെന്ന വിശ്വാസത്തിലാണ്. ഡേവിസേ, ഞാൻ ടൗണിലേക്ക് മാറാണ്.
തിരിച്ചു പോകുന്നതിന് മുമ്പ് എല്ലാവരെയും കാണാൻ ഞാൻ വരാം. ചേട്ടൻ എന്തീ പറയുന്നത്? മാറി താമസിക്കുക എന്തിന്? മാറണം, മാറിയേ പറ്റൂ. അതാണ് എല്ലാവർക്കും നല്ലത്. തിരിച്ചു പോവാൻ ഇനി ഒരാഴ്ച കൂടിയല്ലേ ഉള്ളൂ. അതുവരെ ഇവിടെ താമസിച്ചാൽ പോരെ? അതല്ലടാ, ഞങ്ങൾക്ക് കുറച്ചു പേരെയൊക്കെ കാണാനുണ്ട്. ടൗണിൽ നിന്നാകുമ്പോൾ യാത്രയ്ക്ക് സൗകര്യമുണ്ടല്ലോ. അതല്ല കാര്യം, ഇവിടെ എന്തോ ഉണ്ടായിട്ടുണ്ട്. പോകല്ലേ? ഒരു മിനിറ്റ്. അമ്മേ, 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 ദേ ചേട്ടൻ പോവാന്ന്. പോകുന്നവരൊക്കെ പോവട്ടെ, ഞാൻ ആരെയും പിടിച്ചു വെക്കുന്നില്ല. അതിന് മാത്രം ഇവിടെ എന്തോ ഉണ്ടായത്? നിന്റെ ചേട്ടന്മാരോട് ചെന്ന് ചോദിക്കും. അമ്മേ, ഞങ്ങൾ വളരെ ദൂരത്തേക്കൊന്നല്ലല്ലോ പോകുന്നത്. ഏറി വന്നാൽ ഇവിടെ നിന്ന് 5-6 കിലോമീറ്റർ. അവിടെ നിന്ന് പോകുന്നത് വരെ ദിവസവും അമ്മയെ വന്ന് കാണാം. അങ്ങനെ ആരും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. മലമുകളിൽ നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പുറത്ത് നല്ല തണുപ്പ്. നീ എങ്ങോട്ടാ? കണ്ടില്ലേ, ജോണിയേട്ടനും ചേച്ചിയും പോവാന്ന്. ഞാൻ ആരോടും പോവാൻ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനു പോകണം? പോകേണ്ടത് നമ്മളല്ലേ. ഇതിപ്പോ അവന്റെ വീടല്ലേ. ചേട്ടൻ ഇനിയും മതിയായില്ല അല്ലേ എന്നെ ഇങ്ങനെ കുത്തി നോവിച്ചത്? ഞാൻ ആരെയും കുത്തുന്നില്ല, യാഥാർത്ഥ്യം പറഞ്ഞെന്ന് മാത്രം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ വീടും സ്ഥലവും എനിക്ക് വേണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ വീടും സ്ഥലവും കണ്ടിട്ടല്ല. നിങ്ങളൊക്കെ എനിക്ക് ഡാ, നിന്നെ വിഷമിക്കാൻ വേണ്ടിയല്ല. കണ്ടില്ലേ അപ്പൻ എഴുതി വെച്ചത്? ആർക്കും ഉപകാരപ്പെടാത്ത രീതിയിൽ. അത് ഞാൻ മാറ്റി എഴുതി തരാമെന്ന് പറഞ്ഞതല്ലേ? അമ്മേ, മാറ്റി എഴുതുമ്പോൾ വീട് ചേട്ടനും എൻ്റെ 20 സെൻറ്റ് ബാക്കി 3 പേർക്കും വീതിച്ചു നൽകണം. പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. 1-2 വർഷം കൂടുമ്പോൾ അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അന്തിയുറങ്ങുവാൻ ഒരു മുറി വേണം. അത് മാത്രം ചേട്ടൻ നോ പറയരുത്. വാ, പോകാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ചേട്ടനും ചേച്ചിയും ഇവിടെ നിന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല. ഡേവിസേ, നീ ബാഗിൽ നിന്ന് വിട്. ഇല്ല, ഞാൻ വിടില്ല. എന്റെ ചേട്ടൻ ഹൃദയം പിടിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടൻ ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കാൻ ചേട്ടനല്ലാതെ മറ്റാർക്കാ സാധിക്കുക? ഈ ഒരുപെട്ടവൾ പോയില്ലേ? അപ്പന്റെ സമ്പാദ്യം മുഴുവൻ ഊറ്റിക്കുടിച്ച് യക്ഷി. ഇനി മേലിൽ അന്തസ് കെട്ട വാക്കുകൾ ഉപയോഗിക്കരുത്. ഇവള് ഈ നിലയിലാവാൻ ആരാടാ കാരണം? പറയടാ, ആരാടാ കാരണം? ഇവൾ ആരാണ്, ഏതാണ് എന്ന് പലർക്കും സംശയമുണ്ടാവും. എന്നാൽ കേട്ടോ, 10 വർഷം മുൻപ് കള്ളു കുടിച്ച് ഇവൻ ഓടിച്ച വണ്ടി തട്ടി കിടപ്പിലായ ഒരു മനുഷ്യന്റെ ഭാര്യയാണിവൾ. അയാളെ ചികിത്സിക്കാൻ അപ്പൻ ലക്ഷങ്ങൾ ചിലവാക്കി. മരിച്ചില്ല എന്ന് മാത്രം. ബാക്കി കൂടി ഞാൻ പറയണോടാ? വേണ്ട. എന്നാൽ എല്ലാവരും അകത്തേക്ക് പോ. ജോണിക്കുട്ടിയോടും കൂടിയാണ് പറയുന്നത്. ഒരാഴ്ചത്തേക്ക് ഇനി ക്ലാസ് ഇല്ല. എന്താ കാര്യം? സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പാക്കി. എന്തൊരു കഷ്ടാണിത്. എല്ലാ വർഷവും മഴക്കാലമായാൽ പാവങ്ങൾ കെട്ടും പാണ്ഡവും എടുത്ത് സ്കൂളിലും കോളേജിലും പോയി കിടക്കണം. ഇതിനൊരു പരിഹാരമില്ലേ? ഞാൻ പോട്ടെ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്ന് പാർട്ടി നിർദ്ദേശമുണ്ട്. നീ എങ്ങും പോകുന്നില്ല. നേതാക്കന്മാർക്ക് അങ്ങ് മുകളിലിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. ശരിയാണ്. സമരം ചെയ്യാനും കഷ്ടപ്പെടാനും ഇവനെ പോലുള്ള കുറെ എണ്ണം കാണും. അവസാനം ഇലക്ഷൻ വരുമ്പോൾ സീറ്റ് നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും ഇഷ്ടക്കാർക്കുമായിരിക്കും. ചേട്ടൻ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഈ നിയോജക മണ്ഡലത്തിലെ MLA ഞാനായിരിക്കും. അതിന് പുരുഷോത്തമൻ മരിക്കണം. മരിച്ചാലും കിട്ടില്ല. അയാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയോ മോനോ ഇവിടെ നിൽക്കും. ചേട്ടനോട് തർക്കിക്കാൻ ഞാനില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോകുന്നു. ഡാ, സൂക്ഷിക്കണേ. ദൈവമേ, ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ആ പെണ്ണ് ഏതാണ്? ഏത് പെണ്ണ്? ബാക്കി കൂടി ഞാൻ പറയണോ എന്ന് അമ്മ ചോദിച്ചില്ലേ? പറയണമെന്നല്ല, പറഞ്ഞയക്കണമെന്നാണ് ചോദിച്ചത്. ഒരുപാട് ദൂരത്തുനിന്നും വന്നതല്ലേ, പാവം. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതി. അമ്മ എന്തിനാ നിങ്ങളെ അടിച്ചേ? അതോ, എൻ്റെ കൗളിലിരുന്ന കൊതുകിനെ കൊന്നതാ. കണ്ണീന്ന് പൊന്നിച്ച് വറക്കണ പോലെ അടിച്ചിട്ടാണോ കൊതുകിനെ കൊല്ലുക? അത് അമ്മയ്ക്ക് അത്ര ദേഷ്യ കൊതുവിനോടുണ്ടായിരുന്നു. നിങ്ങളും ആ പെണ്ണും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അവളുടെ കൊച്ചിനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നിങ്ങളുടെ മുഖം വെട്ടിയെടുത്ത് വെച്ച പോലെയുണ്ട്. അയ്യോ, എന്താ ഈ പറയുന്നേ? എൻ്റെ സ്വന്തം കുട്ടിക്ക് എൻ്റെ മുഖമില്ല, പിന്നെയല്ലേ വല്ലവരുടെ കുട്ടിക്ക്. ദേ മനുഷ്യ, നിങ്ങൾ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എന്ത് പിണ്ണാക്കിൻ്റെ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? എന്താ എന്താ പറഞ്ഞേ? നിന്റെ വീട്ടിലെ പശുവിന് ഇപ്പോഴും പിണ്ണാക്കല്ലേ കൊടുക്കുന്നതെന്ന്. അതെ, നിങ്ങളുടെ വിലയിൽ അധികം ഉണ്ടോ? എന്നാ കുറച്ച് താ, ഞാൻ കൊണ്ട് കൊടുക്കാം. റോസി, നീ എന്നെ വിശ്വസിക്ക്. നിന്റെ മുഖത്തല്ലാതെ വേറൊരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിയിട്ടില്ല. റോസി, ഇവനൊന്ന് വേലി ചാടാൻ നോക്കിയിരുന്നു കല്യാണത്തിന് മുൻപ്.
പക്ഷേ ചാട്ടം പിഴച്ച് നേരെ ചെന്ന് വീണത് അപ്പൻ്റെ കൈ. അതിൻ്റെ പാട് അവൻ്റെ പുറത്ത് ഇപ്പോഴും കാണും. സത്യം, സംശയം ഉണ്ടെങ്കിൽ നോക്ക്. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ അത്ര വൃത്തികെട്ടനൊന്നല്ലാന്ന്? ഓ, എന്തൊരു ചോദ്യം ചെയ്യലായിരുന്നു. CBI പോലും ഇങ്ങനെ ചോദ്യം ചെയ്യില്ല. ഇവളൊക്കെ CBIയിൽ എടുത്തിരുന്നെങ്കിൽ പ്രതികളുടെ കാര്യം കട്ട പുകയാ. എന്തൊരു മഴയാണ്! ഇങ്ങനെയൊരു മഴ ഞാൻ മുമ്പ് കണ്ടിട്ടേ ഇല്ലേ. 71-ലാണ് ഇതുപോലൊരു മഴ ഈ പ്രദേശത്തുണ്ടായത്. അന്ന് കുറേ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അലക്സും ഡേവിസും എവിടെ? ഡേവിസ് ദുരിതാശ്വാസ പ്രവർത്തനം നടത്താൻ പാർട്ടി പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് പോയിരിക്കുക. അലക്സോ? മലമുകളിൽ ആരോ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും പറഞ്ഞ് ജീപ്പുമായി അവരെ കൊണ്ടുവരാൻ അവനും പോയി. അമ്മയ്ക്ക് അവരെ തടയായിരുന്നില്ലേ? തടഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ട് നിന്റെ അപ്പനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. 71-ൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാല് പിടിച്ച് പറഞ്ഞു പോകല്ലേ എന്ന്. കൂട്ടാക്കിയില്ല. മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട കുറച്ചു പേരെയൊക്കെ അപ്പൻ രക്ഷിച്ചു. പലരെയും രക്ഷിക്കാൻ സാധിച്ചില്ല. കൺമുന്നിലൂടെ മരണത്തിലേക്ക് ഒഴുകിപ്പോയവരെ ഓർത്ത് കുറേ നാൾ അപ്പൻ വിലപിച്ചുകൊണ്ടിരുന്നു. അലക്സ് വിളിച്ചിരുന്നു. എലഞ്ഞിപ്പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. ഏത് നിമിഷവും പാലം തകരാം. അയ്യോ, അങ്ങനെയാണെങ്കിൽ മലയുടെ മുകളിലുള്ളവർ എങ്ങനെ അടിവാരത്തേക്ക് എത്തും? കുറച്ചു നേരത്തേക്ക് മഴ ഒന്ന് നിന്നാൽ മതിയായിരുന്നു. എന്താണാവോ ഇപ്പൊ മലയുടെ മുകളിലത്തെ അവസ്ഥ? ഗവൺമെന്റ് സന്നദ്ധ സംഘടനകളും ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെവിടെ? അപ്പച്ചനും മോനും വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ചേച്ചി കട്ടനെടുക്കട്ടെ? വേണ്ട. മലയുടെ മുകളിൽ ഇന്നലെ രാവിലെ തുടങ്ങിയ മഴയാണ്. ഇതുവരെയും നിന്നിട്ടില്ല. വല്ല ഉരുൾപൊട്ടലെങ്ങാനും ഉണ്ടാവുമോ എന്നാ എൻ്റെ പേടി. ഒന്നും മിണ്ടാതിരുന്നേ. മനുഷ്യന് വെറുതെ. മലയുടെ മുകളിൽ പല ഭാഗത്തും വെള്ളം കെട്ടി നിൽക്കുക. താങ്ങാവുന്നതിനപ്പുറം ഭാരമായാൽ മല പിളരും. അതിലൂടെ ഒലിച്ചിറങ്ങുന്ന മണ്ണിനെയും പാറക്കൂട്ടങ്ങളെയും തടയാനുള്ള ശക്തി ഈ അടിവാരത്തിനില്ല. അകത്തേക്ക് വാ, മാറാൻ ഡ്രസ് തരാം. ഒന്നും വേണ്ട മോളെ. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ചേച്ചി, മഴക്കാലം വന്നാൽ ഈ വീട് ഞങ്ങളുടേത് മാത്രമാണെന്ന് ഞങ്ങൾ ആരും ചിന്തിക്കാറില്ല. പണ്ട് കാലം മുതലുള്ള പതിവാ. മലമുകളിൽ മഴ ശക്തമായാൽ ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ വന്ന് അഭയം തേടുന്നത്. ഈ പരിസരത്തൊന്നും ഇത്ര വലിയ വീടില്ല. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. ചേട്ടൻ വരുന്നുണ്ടോ? നമുക്കൊന്ന് പുറത്തു പോയി നോക്കിയിട്ട് വരാം. ഞാനില്ല. ലാസറേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രായം പോലും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിയാനെ. ഒരു കൊച്ചുകുട്ടി കയ്യിൽ നിന്നും വഴുതിപ്പോയെന്നും പറഞ്ഞ് ലാസറേട്ടൻ ഇവിടെ ഇരുന്ന് കരഞ്ഞത് ഇപ്പോഴും എൻ്റെ കണ്ണിലുണ്ട്. അന്ന് ഞാൻ തിന്ന തീ. ഞാനൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് മനുഷ്യ? പുറത്തുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഞാൻ ലാസറിന്റെ മകനാ. ജീവൻ പണയം വെച്ച ആളുകളെ രക്ഷിച്ച ലാസറിന്റെ മകൻ. വാ, മുകളിൽ പോയിരിക്കാം. ഹലോ ഹലോ, തോമാസാടാ. മനസ്സിലായി. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ആരോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞേക്ക്. എന്താ കാര്യം? മലവെള്ളം വരുന്നുണ്ട്. എലിഞ്ഞിപ്പുഴ പാലം തകർന്നു. എന്ത്? നീ പിന്നെ വിളിക്കേ. അമ്മേ, എനിക്ക് പേടി തോന്നുന്നു. ഇത് വലിയൊരു ആപത്ത് വരാൻ പോകുന്ന പോലെ. ഈ പിള്ളേരൊക്കെ എവിടെ പോയി കിടക്കുക? തിരിച്ചു വരാൻ സമയമായില്ലേ? ചേട്ടാ, പുഴ ഇങ്ങോട്ട് ഒഴുകി വരാണെന്ന് തോന്നുന്നു. വീടിന് ചുറ്റും വെള്ളം. നീ എന്താ പറയുന്നേ? അതമ്മേ, അമ്മ ജോർജന്റെ വീട് അവിടെ കാണുന്നില്ല. അമ്മാമേ, എന്റെ ജോസ്മോനും ജോർജങ്ങളും. ജോയ്സി മോളെ, മോള് സമാധാനമായിരിക്കും. അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ആൻസി, ആൻസി, അമ്മേ, ആൻസി എവിടെ? അവൾ വന്നവരെ കൂട്ടി മുകളിലെ റൂമിലേക്ക് പോയിരിക്കുക. ചേട്ടത്തിമാരും മക്കളൊക്കെ എവിടെ? അവരൊക്കെ അകത്തുണ്ട്. ആൻസി, ആൻസി. എന്തിനാ ഇങ്ങനെ ചിഹ്നം വിളിക്കുന്നേ? ഞാനിവിടെ ഉണ്ട്. സംഗതി പ്രശ്നമാ. മലമുകളിൽ ഉരുൾപൊട്ടി. കുറെ വീടുകൾ ഒലിച്ചുപോയി. ഞങ്ങൾ ഇന്ന ബെഡ്റൂമിന്റെ അവിടെ പോകാൻ ഇളകി. അമ്മേ, അയ്യോ അമ്മേ, നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചു പോകുമോ? ഇല്ല,
ഇല്ല ഇല്ല, ആരും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ജോണിയേട്ടൻ എവിടെ? ചേട്ടൻ കിച്ചന്റെ പിറകില് ആരോട് ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അലക്സ്, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. മലവെള്ളം ഞെത്തി. നീ ഒന്ന് പുറത്തിറങ്ങി നോക്കിയേ. ഇവിടെ ആകെ ഇരുട്ടാ, മൊബൈലിൽ ചാർജും തീരാറായി. എന്റെ അമ്മ, എന്റെ അമ്മ. ആൻസി, ആൻസി, എന്തേ? ഏത് നിമിഷവും ഈ വീട് നിലം പൊത്തും. കയ്യും കാലും പറച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഫയർഫോഴ്സിനെ വിളിക്കാം. കോള് പോകുന്നില്ല. പോലീസിനെ വിളിക്കേ. എടുക്കുന്നില്ല. ആരെങ്കിലും ഒന്ന് വിളിക്കേ. സർ, ഞാൻ ആൻസിയാണ്. ഞങ്ങളുടെ വീടിന് ചുറ്റും മലവെള്ളാണ് സർ. എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചു പോവും. ഇവിടെ എല്ലാവരും മരിച്ചു പോവും, മരിച്ചു പോവും. ആൻസി, ആൻസി അവിടെ നിൽക്ക്. ആരാ ഇപ്പൊ കേറി വന്നേ? ചെളിയുടെ മണുണ്ടല്ലോ. ആരാത്? ഞാനാ ചേട്ടത്തി, കണാരൻ. നീ എങ്ങനെ ഇവിടെ എത്തി? മലവെള്ളത്തിൽ കരയ്ക്ക് കയറാൻ പറ്റാതെ ഒരു മരത്തിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ജോണിക്കുട്ടി അടുത്തേക്ക് വന്നത്. എന്നെ പിടിച്ച് കരയ്ക്ക് കയറ്റിട്ട് ജോണിക്കുട്ടി. എന്നിട്ട് ജോണിക്കുട്ടി എവിടെ? ജോണിക്കുട്ടി വേറെ ആരെയോ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി ചേട്ടത്തി. ഇറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതാ, കൂട്ടാക്കിയില്ല. ജോണിക്കുട്ടി പോയി ചേട്ടത്തി. ജോണിക്കുട്ടി ഇനി വരില്ല ചേട്ടത്തി, ഇനി വരില്ല. ഡാഡി, ഡാഡി. അയ്യോ, ചതിച്ചില്ല മാതാവേ. എന്റെ മോനെ എന്തിനാണ്ടാ വെള്ളത്തിലിറങ്ങിയത്? എന്തിനാണ്ടാ നീ വെള്ളത്തിലിറങ്ങിയത്? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ?
ജൂലി, ജൂലി, എന്തോ? ഞാൻ എൻ്റെ ഒരു സ്വപ്നം പറയട്ടെ? വേണ്ട വേണ്ട. ഞാൻ പറയും. എന്നാ പറയേ. ഞാനൊരു വലിയ വീട് പണിയും. അവിടെ അപ്പനും അമ്മയും ഞങ്ങൾ 5 മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ. അവിടെ പിണക്കങ്ങളില്ല, പരിഭവങ്ങളില്ല, എങ്ങും സന്തോഷം മാത്രം. വീട് മുഴുവൻ കുട്ടികളുടെ കളിയും ചിരിയും. ആ വീടിന് ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്, ഭൂമിയിലെ സ്വർഗം. ഹലോ, അടുത്ത മാസം നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ വാടക എങ്ങനെ കൊടുക്കുന്നു കൂടി ഒന്ന് സ്വപ്നം കണ്ടേക്ക്. മമ്മി, മമ്മി, ഡാഡി, ഡാഡി. കരയാതെ മോളെ, ഡാഡി നമ്മെ വിട്ടുപോയി. ഇനി ഒരിക്കലും ഡാഡി നമ്മുടെ അടുത്തേക്ക് വരില്ല. നുണ, നുണയാണ് മമ്മി പറയുന്നത്. ഡാഡി, ഡാഡി എങ്ങും പോയിട്ടില്ല. എന്റെ അടുത്ത് വന്നു, എന്റെ തലയിൽ തലോടി. മോൾക്കത് വെറുതെ തോന്നിയതാണ്. അല്ല മമ്മി, അല്ല. ഡാഡി എന്നോട് സംസാരിച്ചു. എന്താ മോൾ ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. എൻ്റെ മോള് ഒരു കാര്യം മനസ്സിലാക്കണം. ഡാഡി ഇനി നമ്മുടെ കൂടെ ഇല്ല. ഡാഡി ഇനി ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. കൂടുതൽ മാർക്ക് വാങ്ങുമ്പോ സർപ്രൈസ് തന്ന് എന്നെ ഞെട്ടിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരിക്കൽ സർപ്രൈസ് ആയി ഡാഡി എന്റെ മുമ്പിൽ വരുമോ? ഇല്ല, ഡാഡി പോയി. ഡാഡി ഈശോയുടെ അടുത്തേക്ക് പോയി. മതി മക്കളെ, എപ്പോഴും ഇങ്ങനെ നീറി നീറി. പോയവർ പോയി, ജീവിച്ചിരിക്കുന്നവർക്ക് മരിക്കുന്നത് വരെ ജീവിക്കണ്ടേ? ഡാഡി എനിക്കൊരു ഫാദർ മാത്രമായിരുന്നില്ല, എന്റെ ബ്രദറായിരുന്നു, ഫ്രണ്ടായിരുന്നു, എന്റെ എല്ലായിരുന്നു. എന്നോടൊപ്പം കളിക്കുമ്പോ എന്റെ സന്തോഷത്തിന് വേണ്ടി ഡാഡി തോറ്റു തരും. മനസ്സിലായാലും ജയിച്ചത് ഞാനാണെന്ന മട്ടി ഞാൻ തുള്ളിച്ചാടും. അപ്പോ ആ മുഖത്ത് വിടരുന്ന ചിരിയുണ്ടല്ലോ. അവൻ ഇന്നും അങ്ങനെയായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി തോറ്റു കൊടുക്കാനായിരുന്നു എന്നും എൻ്റെ വിധി. ഇനി എൻ്റെ മോനെ ആരോടും തോറ്റു കൊടുക്കണ്ടല്ലോ, ആരുടെയും പരാതി കേൾക്കണ്ടല്ലോ. മോളെ, അപ്പൻ എഴുതി വെച്ചതുപോലെ തന്നെ ഈ വീടും സ്ഥലവും എൻ്റെ മോനെ, എൻ്റെ മോൾക്ക് കിട്ടണം. ഒന്നും കാണാതെ അപ്പൻ അങ്ങനെ എഴുതി വെക്കില്ലല്ലോ. വേണ്ടമ്മേ, ചേട്ടൻ വേണ്ടാന്ന് വെച്ചത് ഞാനായിട്ട് സ്വീകരിക്കുന്നത് ശരിയല്ല. ചേട്ടൻ അവസാനമായി പറഞ്ഞതുപോലെ അത് അവർക്ക് തന്നെ വീതിച്ചു കൊടുത്തേക്ക്. അവർക്കൊക്കെ കൊടുക്കാൻ വേറെയും ഭൂമിയുണ്ടല്ലോ. അമ്മേ, ചേട്ടൻ നിങ്ങളെ സ്നേഹിച്ചതും അപ്പനെ അനുസരിച്ചതൊക്കെ അപ്പൻ്റെ സ്വത്തും പണവും ഒന്നും കണ്ടിട്ടല്ല. ആ മനുഷ്യൻ അങ്ങനെയാ. അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. മോളെ, ഈ വീട് അവൻ അവകാശപ്പെട്ടതാണ്. അന്നൊരു ബുദ്ധിമോശത്തിന് അവൻ വേണ്ടാന്ന് പറഞ്ഞെന്ന് വെച്ചേ. അതല്ല അമ്മേ, സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തുറന്നു കാട്ടാൻ അദ്ദേഹത്തിന് ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഹൃദയം പൊളിച്ച് കാണിക്കാനൊന്നും സാധിക്കില്ലല്ലോ. മോളെ, വലിയ ബാങ്ക് ബാലൻസ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. എന്നിരുന്നാലും അദ്ദേഹം കാണിച്ചു തന്ന ഒരു വലിയ മാതൃക ഞങ്ങളുടെ മുന്നിലുണ്ട്. എങ്ങനെ ഒരു കുടുംബത്തെ സ്നേഹിക്കണം, എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഞങ്ങൾക്കത് മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അമ്മയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മക്കൾ ഈ കുടുംബത്തിലേതാ. വല്ലപ്പോഴും അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് തങ്ങൾ അന്യരാണെന്ന് തോന്നരുത്. ദൈവമേ, എൻ്റെ ജീവൻ എടുത്തിട്ട് എൻ്റെ മോൻ്റെ ജീവൻ വിട്ടു തരാമായിരുന്നില്ലേ? ചേച്ചി, ചേച്ചി എന്നോട് പൊറുക്കണം. എന്താടാ നീ പറയുന്നേ? അമ്മേ, ഞാനന്ന് തടഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജോണിയേട്ടൻ ഇപ്പോഴും നമ്മുടെ കൂടെ. ഡാ, നീ തടഞ്ഞാലും തടഞ്ഞില്ലെങ്കിലും സമയമായാൽ കർത്താവ് അവനെ വിളിച്ചിരിക്കും. ഇല്ല, ഞാൻ ആ സമയത്ത് കയറി വന്നില്ലായിരുന്നെങ്കിൽ ജോണിയേട്ടൻ ഇറങ്ങിപ്പോകുമായിരുന്നു. ഞാൻ കാരണ ചേട്ടൻ മരിച്ചത്. ഡേവിസേ, നീ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ടോ? ഒരു പാഴ്ജന്മമാണ് എൻ്റേത്. ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത പാഴ്ജന്മം. ചേട്ടാ, ചേട്ടാ, മാപ്പ്, മാപ്പ്. ദിവസങ്ങൾ കഴിയുന്തോറും ജോണിക്കുട്ടിയുടെ വേർപാടിൻ്റെ വേദന എല്ലാവരിൽ നിന്നും മാഞ്ഞുപോയി.
അമ്മ വേറെ ഓനിക്കെഴുന്നൊഴികെ. ആ അമ്മയ്ക്കിത് ജീവിതകാലം മുഴുവൻ കുടിച്ചു തീർക്കേണ്ട കണ്ണുനീർ കടലാണ്. ദൈവത്തോട് പരാതി പറഞ്ഞു, മക്കളെ പഴിച്ചും ആ വലിയ വീട്ടിലെ ഒരു മുറിക്കുള്ളിൽ അവർ ഒതുങ്ങിക്കൂടി. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ അടുത്തുള്ള പള്ളിയിലാണ് പോവാറ്. ഇന്നൊന്ന് ഇടവക പള്ളിയിൽ വരണമെന്ന് തോന്നി. വീട് പണിയൊക്കെ എവിടെ വരെയായി? ഒരുവിധം കഴിയാറായി. മാർച്ചിൽ കയറി താമസിക്കാം എന്നാ വിചാരിക്കുന്നത്. ഞങ്ങളെയൊക്കെ വിളിക്കില്ലേ? പിന്നെ നിങ്ങളെ വിളിക്കാതിരിക്കുവോ? ഇത്ര ദിവസം നിന്നെ കാണാതിരുന്നപ്പോൾ നെഞ്ചിനകത്ത് അനുഭവപ്പെട്ട വിങ്ങൽ എനിക്കും ദൈവത്തിനെ അറിയൂ. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഡേവിസിനെ ഇടയ്ക്ക് കാണാറുണ്ട്. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് ഞങ്ങൾക്ക് അവനോട്. അവൻ വണ്ടിയുമായി ചെന്നില്ലായിരുന്നുവെങ്കിൽ ചേട്ടനും ജോസ്മോനും ഇന്ന് മണ്ണിനടിയിലാ. അന്നവൻ രണ്ടുപേരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയില്ലായിരുന്നുവെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. നിങ്ങളുടെ വീട് നിലംപൊത്തിയെന്നറിഞ്ഞ് ജോയ്സ് മോൾ നിലവിളിച്ച് കരഞ്ഞത് ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ജോണിക്കുട്ടി പോയതറിയുന്നത്. പിന്നൊരു കൂട്ട നിലവിളിയായിരുന്നു. മതി ആ സംസാരം. ചോദിക്കാൻ മറന്നു, എന്തായി അവളുടെ വിവാഹാലോചന? ഒന്നും ശരിയായിട്ടില്ലെന്നേ. ജോസ്മോനെ പോലെയുള്ള ഒരു ചെറുക്കിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. എന്തായി അവൻ്റെ വിദേശത്തേക്കുള്ള യാത്ര? അത് മുടങ്ങി. ഏജന്റ് ചതിച്ചു. അതെന്തായാലും നന്നായി. എന്താ പറഞ്ഞേ? ഏജന്റുമാരെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയായിരുന്നു. ഇനി അവനെ എങ്ങോട്ടും വിടുന്നില്ല. കല്യാണം കഴിപ്പിച്ച് ഇവിടെ തന്നെ നിർത്താനുള്ള പരിപാടിയാ. അതു മതി. എന്തെങ്കിലും ശരിയായോ? ഇല്ല, നമ്മുടെ ജോയ്സിമോളുടെ പോലത്തെ ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുക. എന്നാ പിന്നെ നമുക്ക് അവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചുകൂടെ? അതിന് നമ്മുടെ കെട്ടിയവന്മാർ സമ്മതിക്കുവോ? അതിന് അവരുടെ സമ്മതം ആര് ചോദിക്കുന്നു? നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുർബാന കഴിഞ്ഞാൽ വണ്ടിയുടെ അടുത്തേക്ക് വരാൻ? ഞാൻ ആനിയോട് സംസാരിക്കായിരുന്നു. കുറെ നാളായില്ലേ കണ്ടിട്ട്. വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക് സംസാരിക്കാൻ? ആനിക്ക് എന്താ കുഴപ്പം? എന്നാ പോയി കുറച്ചു കാലം നീ ആനോട് കൂടെ താമസിക്കും. ആ, ചിലപ്പോ അങ്ങനെ വേണ്ടി വരും. വീട് എൻ്റെ തോമസേട്ടാ. എത്ര കാലം നമ്മളിങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയും? പിള്ളേരുടെ കല്യാണം കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെ കഴിയേണ്ടവരാ. ഏത് പിള്ളേരുടെ? നമ്മുടെ ജോസ്മോന്റെയും ജോയ്സിമോളുടെയും. ജോസ്മോന്റെയും ജോയ്സിമോളുടെയും കല്യാണം ഇത് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അതിന് നിങ്ങൾ ആണുങ്ങളുടെ സമ്മതം ആര് ചോദിക്കുന്നു? ഇത് ഞങ്ങൾ പെണ്ണുങ്ങൾ നടത്തുന്ന കല്യാണമാ. ഇനി നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണ്ട. ഞങ്ങൾ രണ്ടുപേരും കൂടി ആ തീരുമാനം അങ്ങ് എടുത്തു. ഏത് തീരുമാനം? പിള്ളേരുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. ഏത് പിള്ളേരുടെ? നമ്മുടെ പിള്ളേരുടെ. നിങ്ങൾ രണ്ടുപേരും പള്ളിയിൽ മുറ്റത്ത് നിന്ന് തീരുമാനിച്ചാൽ അതങ്ങ് നടപ്പാവും തോന്നുന്നുണ്ടോ? നടപ്പാക്കും. ഇല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ സാരിയും കുത്തി നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? പിന്നെ സമ്മതത്തിനും കല്യാണത്തിനും നല്ല ഒറിജിനൽ ആട് ബിരിയാണി ഉണ്ടാവും. വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോവാം. ഈ നാറിയുടെ വീട്ടിലേക്ക് എന്റെ മോളെ ഞാൻ പറഞ്ഞയക്കില്ല. ഞാൻ നാറിയാണെങ്കിൽ നീ ചെറ്റയടാ, പരമ ചെറ്റ. ഈ ചെറ്റയുടെ മോളെ എന്റെ മോന് വേണ്ട. എടാ തെണ്ടി, ചെറുപ്പം മുതൽ എന്റെ വീട്ടിലായിരുന്നില്ലടാ നിന്റെ തീറ്റും കൂടിയും. എടാ പൊട്ട, എന്റെ ആൻസർ പേപ്പർ നോക്കി കോപ്പി അടിച്ചില്ലടാ നീ 9ാം ക്ലാസ് വരെ പാസ്സായത്. അതിന് നീ എന്നെ 10ാം ക്ലാസ്സിൽ ചതിച്ചില്ലേ? 10ാം ക്ലാസ്സിൽ നീ എന്നെ തോൽപ്പിച്ചില്ലേ? അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിക്കളിക്കട്ടെ, നമുക്ക് പോവാം. ചെന്നിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ആരുമില്ലേ ഇവിടെ? നട്ടലുള്ള തന്തയ്ക്ക് പിറന്ന ആണുങ്ങൾ ആരുമില്ലേ ഇവിടെ? എന്താ അങ്കിളെ? നിന്റെ തന്ത ഇവിടെ ഇല്ലേ? അകത്തുണ്ട്. എന്താ കാര്യം? ദാ ജോസ്മോൻ, ഇവൻ ഈ വീട്ടിൽ വന്നാൽ 2 കാലും തല്ലിയൊടിക്കെന്ന് പറഞ്ഞു നിന്റെ തന്ത. അവനെ വിളിക്ക്, ഇവന്റെ 2 കാലും തല്ലിയൊടിക്കാൻ പറ. നിങ്ങൾ പോ, ചേട്ടൻ ഇവിടെ ഇല്ല. അവൻ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്നുണ്ട്. ആണാണെങ്കിൽ പുറത്തിറങ്ങി വരാൻ പറ ആ തെണ്ടിയോട്. ജോസ്മോനെ, അങ്കിളിനെ വിളിച്ചോണ്ട് പോ. അപ്പച്ചി ഇവിടെ വന്നാല്? അവൻ വന്നാല് എന്നെ മൂക്കിൽ കേറ്റോ? അവനോട് മാളത്തിൽ നിന്ന് ഇറങ്ങാൻ പറയടി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ?
ദേ മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? നിങ്ങൾ മോനെയും കൂട്ടി വീട്ടിൽ വന്ന്? അതേടി, എനിക്ക് ഭ്രാന്ത് തന്നെയാ. കുറെ നാളായി ഞാൻ അവനെ ഓങ്ങി നിൽക്കുന്നു. ഇന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അമ്മേ, ഒന്ന് ഓടി വന്നേ. ഇവിടുത്തെ ജോർജങ്ങൾ വന്ന് ബഹളം വെക്കുന്നു. വാ ഡാഡി, നമുക്ക് പോകാം. നീ കയ്യിന്ന് വിടറാ. കുറച്ച് കാലായി അവ എന്നെയും മോനെയും തെറി പറഞ്ഞ് നടക്കുന്നു. ഡാ, ഒളിച്ചിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി വാടാ. ഇങ്ങേർക്ക് ഇപ്പൊ എന്തിന്റെ കേടാ? എന്തിന്റെ കേടാന്ന് ഇപ്പൊ കാണിച്ചു തരാടി. നീ നിന്റെ കെട്ടിയോനെ വിളിക്കടി. ഡീ പോടി എന്നൊക്കെ നിന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചാ മതി. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കടി പോലീസിനെ. പോലീസും കൂടി അറിയട്ടെ നിന്റെ കെട്ടിയോന്റെ കോണം. ആനി, നീ എന്ത് നോക്കി നിക്ക? വിളിച്ചോണ്ട് പോകുന്നുണ്ട് ഈ മാരണത്തെ. മാരണം നിന്റെ കെട്ടിയോൻ. അത് ശരി. കുടിച്ച് വെളിവില്ലാതെ വീട്ടിൽ വന്ന് ബഹളം വെക്കുന്ന നിന്റെ കെട്ടിയ പുണ്യാളെ. വീടിനകത്ത് മര്യാദയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഭർത്താവ് മാരണം. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. അല്ലെങ്കിലും ഞാനിവിടെ താമസിക്കാൻ വന്നതല്ലടി. അറിയാതെ ഒന്ന് പറഞ്ഞു പോയി ജോസ് മോനെ കൊണ്ട് നിന്റെ മോളെ കല്യാണം കഴിപ്പിക്കാന്ന്. അപ്പോഴേക്കും അവള് കിടന്ന് നിറങ്ങ എന്റെ തലയില്. അതേടി, ഞാനും അറിയാതെ പറഞ്ഞു പോയതാ എന്റെ മോളെ നിന്റെ മോന് തരാന്ന്. ഇനി പിച്ചക്കാരന് കൊടുക്കേണ്ടി വന്നാലും നിന്റെ മോന് തരില്ലടി. തോമസ്, ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാ. കുറെ നേരം കിടന്ന് ചലിക്കണു. നിനക്ക് എന്താണ് വേണ്ടത്? വേണ്ട അപ്പച്ച, ഒന്നും ചെയ്യണ്ട. അപ്പച്ച അകത്തേക്ക് പോ. അങ്കിളിനെ പിടിച്ചോണ്ട് പോ. ഇല്ല, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. അതേടാ, ഞാനും രണ്ടാലൊന്നും അറിയാൻ തന്നെയാണ് വന്നത്. നാറി തെണ്ടി, എന്റെ മോളെ ഞാൻ നിന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ പോവാടാ. ഡാ കോപ്പി അടി വീര ചെറ്റേ, എന്റെ മോനെ നിന്റെ മോളുടെ തലയിൽ കെട്ടിവെക്കാൻ പോവാടാ. നിന്റെ വീട്ടിൽ ആരുമില്ലടാ ഇതൊന്ന് അടിച്ചു പൊളിക്കാൻ. മോള് പുറത്തു പോയി അവൻ്റെ അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിക്കേ. കുറെ കാലയില്ലേ കണ്ടിട്ടും മിണ്ടിട്ടൊക്കെ. പിന്നെ നിന്നോട് പറഞ്ഞിട്ടല്ല അവര് കാണുന്നതും മിണ്ടുന്നതൊക്കെ. ഇവിടെ ഇപ്പൊ എന്താണ്ടായേ? ഞങ്ങൾ ആണുങ്ങള് ഞങ്ങളുടെ മക്കളുടെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. പിന്നെ സമ്മതത്തിനും കല്യാണത്തിനും വന്നാൽ നല്ല ഒറിജിനൽ ആട് ബിരിയാണി കഴിച്ചിട്ട് പോകും. ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനമാറ്റമുണ്ടായേ? എങ്ങനെയാന്നോ തോമാസേ, നമുക്ക് ഒന്നും കൂടി ആ സീൻ ചെയ്താലോ? നീ എന്നെ 10ാം ക്ലാസ്സിൽ തോൽപ്പിച്ചില്ലേ തോമസേ?
അങ്ങനെ പറയരുത്. നീ ശരിക്കും നോക്കിയതാത്തതിന് എന്നെ കുറ്റം പറയരുത്. ഞാൻ ജയിച്ചിട്ടും നീ തോറ്റെന്നറിഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം ഉറങ്ങിയില്ലടാ. കള്ളം, പച്ചക്കള്ളം. നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയാ, നീ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോളേജിൽ ചേരാഞ്ഞത്. പിന്നെ കോളേജിൽ ചേർന്നിരുന്ന നീ വലിയ കളക്ടറായത്. കളക്ടറായില്ലെങ്കിലും ഒരു ഗുമുത്തനെങ്കിലും ആയനെ. തോമസ്, ഇപ്പൊ നിന്റെ ഭാര്യയുടെ തോളിൽ കൈയിട്ട് പോയ എൻ്റെ ഭാര്യയുണ്ടല്ലോ, അവളോട് ഞാൻ പറഞ്ഞതാ നമുക്ക് മതിൽ വീണ്ടും പൊളിച്ചു പണിയാമെന്ന്. അവള് സമ്മതിച്ചില്ല. അങ്ങനെയാണോ? ഞാനും ഗ്രേസിയോട് പറഞ്ഞതാ, പണിക്കാർക്ക് പറ്റിയൊരു കൈപ്പഴയല്ലേ, നമുക്ക് ക്ഷമിക്കാന്ന്. സമ്മതിച്ച് തരണ്ടേ? ഇപ്പൊ അവർ രണ്ടുപേരും ഒന്നായി. ശരിയാ, നമ്മളെതിർത്താലും അവർ ഈ കല്യാണം നടത്തും. അത് നമുക്ക് ക്ഷീണ. എന്നാ പിന്നെ നമുക്കൊരു കളി കളിക്കാം. ഏൽക്കാണെങ്കിൽ ഏൽക്കട്ടെ. നീ ആ കളിയാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടത്. എന്ത് കളിയായാലും നമ്മുടെ മക്കളുടെ കണ്ണീര് വീണില്ലല്ലോ, എനിക്കത് മതി. കളിയൊക്കെ നിർത്തി ഇനി വേണ്ട കാര്യങ്ങൾ രണ്ടുപേരും മര്യാദയ്ക്ക് ചെയ്യാം. എനിക്കതേ പറയാനുള്ളൂ. തോമസേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ കുടിച്ചിട്ട് പോവാടാ. വേണ്ട, അതൊക്കെ പിന്നീടാവാടാ. അപ്പാ എല്ലാം ഓക്കെ. എനിക്കെന്റെ കളിക്കൂട്ടുകാരെ തിരിച്ചു കിട്ടി. നിന്റെ അപ്പനോട് ചോദിക്കണം, കല്യാണത്തിന് നിനക്കിടാൻ 50 പവൻ സ്വർണം വേണമെങ്കിൽ അമ്മാമ്മയുടെ മുണ്ടും വെട്ടി മറിച്ചിട്ടാൽ കാലിനടിയിൽ ഒരു താക്കോൽ ദാരം കാണും. താക്കോൽ അമ്മാമ്മയുടെ കയ്യിലുണ്ട്. അത് തുറന്നാൽ 50 പവൻ സ്വർണവും കുറച്ച് പൈസയും കിട്ടും. എന്റെ അപ്പൻ മാസാ മരണമാസ്. ഞാൻ പറഞ്ഞു നോക്കാം. ഫ്രാൻസിസ് നോക്കി സന്തോഷത്തിന് വേണ്ടി തോറ്റു കൊടുക്കാനായിരുന്നു എന്നും അവന്റെ കള്ളം പച്ചക്കള്ളല്ലേ? കള്ളം പച്ചക്കള്ളം.